ജീവിതവും എഴുത്തും എന്നുള്ളതാണ് വിഷയമായിട്ട് പറഞ്ഞത്. സ്ത്രീയും സമൂഹം എന്നുള്ളത് പറഞ്ഞു. എൻ്റെ നോട്ടത്തിൽ സ്ത്രീ മാത്രം ഒരു സമൂഹത്തിന് സ്ത്രീനെ മാത്രം പറയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഒരു പുരുഷനില്ലാണ്ട് ഒരു സ്ത്രീക്ക് പൂർണ്ണതയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കുറച്ച് ഫെമിനിസ്റ്റുകൾക്ക് പ്രശ്നം തോന്നാം, എന്നാൽ പോലും എനിക്ക് എൻ്റെ ലൈഫ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഫെമിനിസം ആ ചിന്താഗതിയില്ല. നമുക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും നമുക്ക് തികഞ്ഞ സ്വാതന്ത്ര്യം വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ആഗ്രഹമല്ല, നമ്മളുടെ എല്ലാവരുടെയും ഒരു ആവശ്യം കൂടി അത് തന്നെയാണ്. ഇപ്പം നമ്മൾ എഴുതണേനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പം നമ്മുടെ വീട്ടിൽ എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയും തരണം ചെയ്യേണ്ടി വരും. ഞാൻ എൻ്റെ പുസ്തകം ഇറങ്ങിയപ്പം കാരശ്ശേരി മാഷാണ് അവതാരികയായിട്ട് നമ്മൾ എഴുതാനായിട്ട് ആഗ്രഹിച്ച ആൾ. അപ്പോൾ കാരശ്ശേരി മാഷിനും സമ്മതമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ വെച്ച് സാറിൻ്റെ ഒരു പരിപാടിയുടെ ഇടയിൽ കണ്ട് അപ്പം ആദ്യം ഞാൻ മാഷിനെ ഫോൺ വിളിച്ച് അപ്പം തന്നെ മാഷ് എന്നോട് ചോദിച്ചത്, സനിത വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് എന്നെക്കാളും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് വീട്ടിലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, യു ആർ ലക്കി, വളരെ ലക്കിയാണ്. കാരണം വെച്ചാൽ ഒരുപാട് എഴുത്തുകാർ വീട്ടുകാരെ അവഗണനയുടെ നിന്ന് അതിനെയൊക്കെ അതിജീവിച്ചാണ് അവർ എഴുതി പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളത് തന്നെ വലിയ ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് വലിയൊരു സന്തോഷമായിരുന്നു. മനോജെ ഹായ്. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ എൻ്റെ കുട്ടിക്കാലം പറഞ്ഞാൽ തന്നെ അങ്ങനെ തന്നെയായിരുന്നു. മമ്മി പപ്പ എന്നുള്ള വിളി തന്നെ ബോംബെയിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളത്. അവർ ബോംബെയിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. പപ്പ ചെറുതിൽ തന്നെ ബോംബെയിലായിരുന്നു. അപ്പോൾ പപ്പ അങ്ങനെ ആരെയും സാധാരണ പപ്പയുടെ വീട് ഗുരുവായൂരാണ്. അപ്പോൾ അവിടെ ഗുരുവായൂർ ചാവക്കാടൊക്കെ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ കുറച്ച് ബാക്ക് തന്നെയാണ്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതിയായിരുന്നു പപ്പയുടെ. അപ്പം ആ രീതിയിലാണ് നമ്മൾ വളർത്തിയിട്ടുള്ളതും. അതിന് ഫുൾ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്തായാലും അങ്ങനെ എപ്പോഴും സ്വാതന്ത്ര്യം മീൻസ് വിശ്വാസം എന്നാണ് ഞാൻ പറയുക. സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഏതൊരു വ്യക്തിനെ നമ്മളിലേക്ക് ചേർത്ത് പിടിച്ച് ഇറുകി പിടിക്കുമ്പോൾ നമ്മൾ അവരെ വിശ്വസിക്കണില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു അർത്ഥം. സായി ചേട്ടാ ഓക്കെ, ഞാൻ തുടങ്ങിട്ടോ. അപ്പം നമ്മൾ ഇതിനെ നോക്കുമ്പോൾ നമ്മളുടെ മക്കളായാലും ഇപ്പം എൻ്റെ മക്കളായാലും നമ്മളവരെ 100% വിശ്വസിക്കുകയാണ്. ആ വിശ്വാസത്തിൻ്റെ കൂടെ നമ്മളവരെ ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുന്നത്. അല്ലാതെ അവരെ വിശ്വസിക്കാണ്ടിരിക്കണില്ല. എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നിട്ടുള്ളത് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ രംഗമാണ്. ആ സിനിമയിൽ സുരേഷ് ഗോപിയുടെ മോള് വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്യണത്. ആ കുട്ടി ചെയ്തിട്ടുള്ളത് വലിയൊരു തെറ്റ് തന്നെയാണ്. ആ തെറ്റിനെ പറ്റിയിട്ട് അവർ പോലീസ് അന്വേഷിക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന അച്ഛൻ ആ കുട്ടീനെ ഡൈവോഴ്സ് ആണ്, അവർ ഭാര്യ ഭർത്താവില്ല, ആ കൊച്ചു തന്നെയാണ്. ആ കുട്ടീനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ കുട്ടി വലിയ ഉയരങ്ങളിലേക്കാണ് പോണത്. അപ്പം നമ്മളുടെ മക്കൾ ഒക്കെ ആയാലും ഇപ്പം നമ്മളായാലും നമ്മളെ പറക്കാൻ അനുവദിച്ചാലാണ് നമുക്ക് അതിനുള്ള ഒരു സാധ്യത വരുന്നുള്ളൂ. ഹായ് സാബുമോൻ. മാഡം എന്നൊന്നും വിളിക്കണ്ട, സനിത അല്ലെങ്കിൽ സനിത ചേച്ചി അല്ലെങ്കിൽ ഇത്ത, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളുടെ മക്കളുടെ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അവരിൽ എന്താണ് കഴിവ്. കാരണം നമ്മൾക്കും കുറേ തെറ്റുകളൊക്കെ പറ്റും. അവരെ വളർത്തുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരിൽ കഴിവ് എന്താണ് എന്ന് തിരിച്ചറിയും. ഇപ്പം എൻ്റെ പപ്പയ്ക്ക് എനിക്ക് എഴുതാനായിട്ടുള്ള കഴിവുണ്ടോ എന്നുള്ളത് പപ്പയ്ക്ക് അറിയില്ലായിരുന്നു, എനിക്കും അറിയില്ലായിരുന്നു. പപ്പ മരിച്ചുപോയി, പപ്പയെ കാണാൻ പറ്റിയില്ല. മമ്മിക്ക് പക്ഷേ അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഞാൻ മമ്മി മരിച്ച വിവരം സത്യനന്ദിക്കാർ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ സാറിന് ഞാനിങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞപ്പോൾ സാറ് എഴുതി, സനിത വിഷമിക്കരുത്, സനിത ഒരു പുസ്തകം ഇറക്കി അവരൊരു എഴുത്തുകാരിയാന്ന് അറിഞ്ഞിട്ടല്ലേ അവർ മരണപ്പെട്ടത്, അഭിമാനത്തോടു കൂടിയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയൊരു ഭാഗ്യങ്ങൾ തന്നെയാണ്. എന്നാൽ പോലും ഈ പറഞ്ഞ പോലെ ഇടയിൽ ഈ വിഷയങ്ങൾ വന്നാൽ നമ്മളാകെ ഒന്ന് പതറിപ്പോണ്ടിട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് കുട്ടിക്കാലമാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ നമ്മളിങ്ങനെ സ്കൂളിലായാലും എല്ലായിടത്തും ആകെ കൈമുതലായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സംസാരമാണ്. വേറെ ഒന്നുമില്ല. പഠിത്തമൊക്കെ ആവറേജ് തന്നെ. പക്ഷേ
എല്ലാവരും പെട്ടെന്ന് നമ്മളെ ശ്രദ്ധിക്കും കുട്ടിക്കാലത്ത് തന്നെ. ആ രീതിയിലാണ് ഡയലോഗൊക്കെ. പെട്ടെന്ന് തമാശയൊക്കെ പറയും. ക്ലാസ് എടുക്കുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഒരു ശ്രദ്ധയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഹിക്ക. അപ്പം അങ്ങനെ നമ്മൾ പോയപ്പം കുട്ടിക്കാലത്ത് അങ്ങനെ വീട്ടിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി വളർന്നു. അത് കഴിഞ്ഞ് വലുതായി കല്യാണം കഴിച്ച ആളാവട്ടെ അതിനേക്കാളും സ്വാതന്ത്ര്യം തന്ന ആളായിരുന്നു. നമ്മളുടെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ കാസ്റ്റിൽ അങ്ങനെ ഒരു ഇത് കിട്ടുക. സനിത എന്നുള്ള പേര് ഇപ്പം നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ റസാഖ് തന്നെയാണ്. കാരണം പുള്ളി അല്ല എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും ഞാൻ ഇങ്ങനെ വരുന്നത് എനിക്ക് വിശ്വാസമില്ല. 100% എനിക്ക് വിശ്വാസമില്ല. കാരണം അത്രയും ഇപ്പോൾ ഒരു ഫോട്ടോ ഇടാൻ, ഒരു പ്രൊഫൈൽ പിക്ക് വരെ ഇടാനായിട്ട് അനുവാദമില്ലാത്ത സ്ത്രീകൾ ഉണ്ട്. അത് ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ അവരൊക്കെ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെയും അത് തന്നെയാണ് അതിൻ്റെ സംഭവം. അപ്പോൾ എല്ലാവർക്കും ഉള്ളിലെ ആഗ്രഹം ഒരു സ്വാതന്ത്ര്യം തന്നെയാണ്. ആ സ്വാതന്ത്ര്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് ആൾക്കാർക്ക്, നമ്മളുടെ മക്കൾക്കും നമ്മളുടെ പങ്കാളികൾക്കും എല്ലാവർക്കും അവരുടേതായ ഒരു സ്പേസ് കൊടുത്താൽ തന്നെ നമ്മളുടെ കുടുംബജീവിതം സക്സസ്ഫുള്ളായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ കൂടുതൽ സാമ്പത്തികമോ അതൊന്നും ഉന്നതമായിട്ടുള്ള ജോലിയോ അതൊന്നും അതിൽ ബാധകമല്ല. കാരണം ഇവിടെ ഇടയ്ക്ക് കുട്ടികളെ കൊണ്ട് കൗൺസിലിങ്ങിന് വരാറുണ്ട്. കുട്ടികളല്ല, വഴക്കൂടുന്ന ദമ്പതികളും ഒക്കെ വരാറുണ്ട് ഇവിടെ. കൗൺസിലിങ് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ അതിങ്ങനെ ബൈ ചാൻസ് എനിക്ക് വന്ന ഒരു കാര്യമാണ്. 1-2 പേരുടെ കാര്യങ്ങൾ വന്ന് അത് 100% സക്സസ് ആയി കഴിഞ്ഞപ്പം അവർ പറഞ്ഞു കേട്ടിട്ട് വരുന്ന ചേട്ടാ റസാഖിനെ തന്നെയാണ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. അത് കറക്റ്റാണ്. അപ്പം പെട്ടെന്ന് കരയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള സംഭവമാണ്. കരയാത്തൊരു ആളായിരുന്നു ഞാൻ. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള ഇതാണ് അങ്ങനത്തെ ഒരു വിഷയം. അപ്പോൾ പറഞ്ഞു വന്നത് പിന്നെയും പോയില്ലോ. അപ്പോൾ ഇങ്ങനെ കൗൺസിലിങ്ങിന് കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞ് അവരുടെ പേരൻസൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ കൂടുതലും അവരിങ്ങനെ അടക്കി പിടിച്ച് വളർത്തിയ കുട്ടികൾക്ക് തന്നെയാണ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളത്. നമ്മൾ എപ്പോഴും ഞാൻ അമ്മമാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ പെൺകുട്ടികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആൺകുട്ടികളായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ 2 മക്കളുണ്ട്, ആൺപിള്ളേരാണ്. അവരിവിടെ ഉള്ള സമയത്ത് തന്നെ ഹെൽപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ള നല്ല മക്കളാണ്. അപ്പം നമ്മൾ പെൺകുട്ടികളാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതിൽ അമ്മമാർ ചിന്തിക്കണത് ഇപ്പം എല്ലാ കുട്ടികളും പഠിച്ച് ഭയങ്കര മിടുക്കരായിട്ടുള്ള പണ്ടത്തെ പോലെയല്ല. പണ്ട് ഉണ്ടെന്ന് വെച്ചാലും ഇപ്പം അതിൻ്റെ പെർസെൻറ്റേജ് ഒരു 85% മക്കളും നന്നായി പഠിക്കണ നല്ല വിവരമുള്ള കുട്ടികൾ തന്നെയാണ്. പക്ഷെ അവർ മിക്കവാറും അവർ തനിയെ തന്നെയാണ്. നമ്മളുടെ വീടുകൾ ഇപ്പം എല്ലാം 2 നില വീടുകളായി കഴിഞ്ഞപ്പോൾ അവരുടെ റൂമുകൾ മുകളിലും നമ്മൾ താഴെയും അവർ ഫുഡ് കഴിക്കാനും അതിനൊക്കെ ആയിട്ട് വന്നു. നമ്മളായിട്ട് കുറച്ച് നേരമുള്ള മിംഗ്ലിംഗ് ആണ് അവർക്ക് കിട്ടണുള്ളൂ. അപ്പം ഞാൻ സാധാരണ അമ്മമാരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ ഹെൽപ്പറും ആൾക്കാരൊക്കെ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ ഈ പെൺകുട്ടീനെ കുറച്ച് നേരം ഒരു മണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് അടുക്കളയിൽ നിങ്ങളായിട്ട് ഒന്ന് സ്പെയർ ചെയ്യണം നമ്മൾ. അപ്പോൾ സ്പെയർ ചെയ്യുമ്പോൾ അവരുടെ കോളേജിലത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്കൂളിലത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഇത് നമ്മൾ ഒരു പ്രായത്തിൽ തുടങ്ങാം എന്നോർത്തിട്ട് നിൽക്കരുത്. അത് നമ്മുടെ ചെറുപ്പത്തിലേ അവരിൽ ആ ശീലം ഉണ്ടാക്കി നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ അവർ നമ്മളായിട്ട് സംസാരിക്കാനും നമ്മളായിട്ട് മിംഗ്ലിങ്ങും അപ്പോൾ അവരുടെ എല്ലാ വിശേഷങ്ങളും അവരൊരു കൂട്ടുകാരിയോട് പറയണ പോലെ അവരവരുടെ അമ്മയുടെ അടുത്ത് തുറന്ന് പറയും. അങ്ങനെയാണ്. ഇപ്പോൾ ആൺമക്കളായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ മോൻ്റെ അടുത്തും ഞാൻ അങ്ങനെ തന്നെയാണ് സംസാരിക്കാറ്. എല്ലാ വിഷയവും അവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. മക്കൾ കൂടെ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടക്കൽ. അവർ 2 പേരും വരുമ്പോൾ പുള്ളി എപ്പോഴും അവരെ അപ്പുറം ഇപ്പുറം കിടത്തി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോണത്. പക്ഷേ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ജീവിതം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം മൂത്താൾ പഠിച്ചത് ചെന്നൈയിലാണ്. അപ്പോൾ അവന് അവിടെ കുറേ അന്നത്തെ ഈ ചെന്നൈയിൽ തമിഴ്നാട്ടിലുണ്ടാവുന്ന പ്രളയം തൊട്ടുള്ള സമയത്തൊക്കെ അവനവിടെ ഉണ്ട്. അപ്പോൾ അവനും എപ്പോഴും പറയും, ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയായാലും കൊണ്ടുപോകാം, ഏത് നാട്ടിലായാലും കൊണ്ടുപോകാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടെന്ന് പറയും. ഷായിക്ക നിങ്ങളും വന്നാ സന്തോഷം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് എല്ലാവരുമായിട്ടും നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ എനിക്ക് സംസാരിക്കൽ വിട്ടുകൊണ്ടിടയിൽ. അപ്പം അങ്ങനെയാണ് ജീവിതം കൊണ്ടുവന്നത്. രണ്ടുപേരും ഒരേപോലെ ചിന്തിക്കുന്നവരായതുകൊണ്ട് ജീവിതത്തിൽ അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ പോന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോന്നു.
പിന്നീടാണ് നമ്മളിപ്പോൾ ഒരു 2 വർഷമായിട്ടായിരിക്കും ഇതിലേക്ക് എഴുത്തിലേക്ക് വന്നിട്ടുള്ളത്. പണ്ട് വായിച്ചുകൊണ്ടിരുന്നത് കവിതകളോടായിരുന്നു ഒരു പ്രത്യേക താല്പര്യം. അതിങ്ങനെ വലിയ സാഹിത്യ സൃഷ്ടികളല്ല, ചെറുതുകൾ, നമുക്ക് ദഹിക്കാവുന്ന കേസുകൾ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കവിതകൾ അവർക്ക് പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. കുറച്ച് കവിതകൾ പുള്ളിക്ക് തിരക്കായതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാനത് സമ്മതിച്ച് അങ്ങനെ കഥ എഴുത്തിലേക്ക് വന്ന കാര്യമാണ് പറയുന്നത് സായിച്ചേട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പം സോണി ഹമീദക്ക എന്നെ എത്താന്നാ വേണ്ടാട്ടാ, മനേഷ് ഭായ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആ കവിതകൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതൊരു 2-3 ദിവസം എടുത്തിട്ട് അവർക്ക് കുറച്ച് തിരക്കായതുകൊണ്ട് 2-3 ദിവസം കൊണ്ട് ഏകദേശം ഒരു 100ഓളം കവിതകൾ വായിച്ച് അതിൽ നിന്നൊരു 40 കവിതകൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ആ ഒരു സെലക്ഷനോടുകൂടി എനിക്ക് തലയ്ക്കടി കിട്ടിയ പോലെ, മാഷേ, ഐസക് മാഷേ നമസ്കാരം. അപ്പോൾ തലയ്ക്കടി കൊണ്ട് പോലത്തെ ഒരു ഫീല് വന്നു എനിക്ക്. ഐസക് മാഷിനെ പറയുമ്പോൾ ഐസക് മാഷിനാണ് ഞാൻ ആദ്യം എഴുതിയൊരു സംഭവം വാട്സാപ്പിൽ കൊടുത്തത്. അപ്പം കറക്റ്റ് കമൻറ്റ് പറയുന്ന ആളാണ് ഐസക് സാറിന് എനിക്കറിയാം. അപ്പോൾ ഐസക് സാർ അത് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, കൊച്ചേ ഇത് എനിക്ക് മനസ്സിലാവും പക്ഷെ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എന്ന് പറഞ്ഞു. അത് ആ ഒരു സംഭവമാണ് എന്നെ പിന്നീട് ചിന്തിപ്പിച്ചത്. നമ്മളെല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയാലാണ് കാര്യമാവുള്ളൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അത് ആ ഒരു കമൻറ്റ് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മളോട് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് നമുക്ക് പലരോടും അത് കൊള്ളാം, അത് മനോഹരമായിട്ടുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ കറക്റ്റ് പറഞ്ഞാലാണ് അവർക്കൊരു വിജയിക്കാനായിട്ടുള്ള ഒരു സാധ്യത വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ആ കവിതകളിൽ നിന്ന് കവിതകൾ ഞാൻ എഴുതി നോക്കുമ്പോൾ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കവിത എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു സുന്ദരിയാണ് എൻ്റെ മനസ്സിൽ. അതിൽ നമ്മൾ എഴുതുമ്പോൾ അതാണ്ട് ഒരു ചിട്ട നോക്കണില്ല, 4 വരിയൊക്കെ ഭംഗിയാവുള്ളൂ, പിന്നെ ശരിയാവില്ല. അപ്പോഴാണ് ഞാൻ ഈ കൗൺസിലിങ്ങിൻ്റെ വിഷയങ്ങളാണ് ആദ്യം എഴുതി തുടങ്ങിയത്. അത് ആൾക്കാരിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് വരുത്തി, ആൾക്കാരിൽ റീച്ച് കൂട്ടി തന്നു. ഞാൻ എഴുതണ അനുഭവങ്ങൾ ഏകദേശം ഒരു 80% ആൾക്കാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ തന്നെയായിരുന്നു. അപ്പം അങ്ങനെയാണ് അത് അത്രയും ക്ലിക്കായത്. അതിൽ ലഹരി ഉപയോഗം തൊട്ട്, കുട്ടികളുടെ ലഹരി ഉപയോഗം തൊട്ട്, പ്രണയം തൊട്ട്, അങ്ങനത്തെ അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ പേരൊന്നും വെക്കാണ്ട് അങ്ങനെ എഴുതിയത്. അപ്പോൾ അതിലാണ് നമ്മൾ പിന്നീടാണ് കഥകളിലേക്ക് അത് തിരിഞ്ഞു പോയത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമ്മൾ വാച്ച് ചെയ്യണതിൻ്റെ ആയിരിക്കും. ഒരിക്കൽ ഈ കാസർഗോഡ് ഒരു രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാനൊരു കഥ എഴുതി. ഞാൻ ഒരിക്കലും രാഷ്ട്രീയവും മതവും എഴുതാറില്ല, സാധാരണ ഞാൻ എഴുതാറില്ല. ഇതിലും ഞാൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള പറയലുകൾ മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയം എന്നെ സംബന്ധിച്ച് ഒരു പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിടുന്നത്. അപ്പോൾ അതിൽ എഴുതിയതിൽ ഈ രാഷ്ട്രീയ കൊലപാതകം മൂലം നടന്ന ഒരു കുടുംബത്തിൻ്റെ, അതായത് നമ്മളെപ്പോഴും ഒരാളെ വെട്ടിക്കൊന്നു, നമുക്ക് മിക്കവാറും അങ്ങനെ നമുക്ക് തോന്നുള്ളൂ, ഒരാളെ കൊന്നു അപ്പോൾ അയാൾ മരിച്ചു. നമ്മളെപ്പോഴും അവരുടെ അവരുടെ കുടുംബത്തെ കുറിച്ചും കൂടി ചിന്തിക്കണം. ആ കുടുംബം അനാഥമായി പോയിണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതിയൊരു ബാബേട്ടാ കണ്ടുട്ടോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ കഥയാണ് ഫസ്റ്റ് എഴുതുന്ന ഒരു കഥ. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ കുറേ കഥകൾ ഈ ലോകത്തുണ്ട്, നമ്മൾ കാണാണ്ട് പോയിട്ടുള്ള. ഞാൻ ഈ പ്രായത്തിൽ കണ്ടതുകൊണ്ടായിരിക്കും, ഞാൻ മുമ്പൊന്നും കാണാത്തത് കൊണ്ടായിരിക്കും. ഒരുപാട് കഥകൾ ഉണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ചിന്തിച്ചാൽ കിട്ടാവുന്ന കേസന്നെ ഉള്ളൂ. ഇപ്പം ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരും നമ്മളെ വായിക്കുന്ന ആൾക്കാരും അറിവോടെ തന്നെയാന്ന് പറഞ്ഞോളൂ, അതിനെന്താ വിരോധം? അപ്പോൾ സായിമോഷേ, അപ്പോൾ അത് നമ്മൾക്ക് എപ്പോഴും ആരെ കണ്ടാലും അതിൽ ആരായിരിക്കും അയാൾ എന്നുള്ളൊരു ചിന്ത കടന്നുകൂടി. അതെനിക്ക് ഉണ്ടാക്കി തന്നത്, ഞാൻ ഈ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുമ്പോൾ ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കെങ്കിലും സ്വന്തമായിട്ട് മക്കൾ 2 പേരും ഇവിടെ ഇല്ലാണ്ടായിപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു ടെൻഷനായിട്ടുണ്ടായിരുന്നു.
റസാക്കിന് എവിടെയെങ്കിലും ഡ്യൂട്ടി വന്നു കഴിഞ്ഞാലൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ തന്നെയായി പോണ പോലെ ഒറ്റപ്പെടുന്ന പോലെയൊക്കെ ഭയങ്കര ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരെ മക്കളെയൊക്കെ ഫോൺ വിളിച്ചിട്ട് ഒരു സമയം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്തായിരിക്കും. ഇപ്പോൾ ചെന്നൈയിൽ അവന് ഒരു ബൈക്കും ഉണ്ടായിരുന്നു, അവന് എങ്ങോട്ട് പോയതായിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഒക്കെ നമുക്കിങ്ങനെ വന്നു തുടങ്ങി. ആ സമയത്താണ് നമ്മൾ ജസ്റ്റ് ഈ കഥകളിലേക്ക് കടക്കണത്. അപ്പം അതെനിക്ക് തന്നെ മാനസികമായിട്ട് വളരെയധികം ഒരു മൈൻഡ് ഫ്രീ ആയിട്ട്, നമ്മൾ നമ്മുടെ കാര്യമല്ലല്ലോ ചിന്തിക്കണത്, എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ വളരെ ഫ്രീ ആയിട്ട് തോന്നി. അതിൽ നിന്നാണ് പിന്നീട് ഈ ഉറുമ്പിലേക്കും സോക്സിലേക്കും ഒക്കെ കഥകൾ പോണത്. അത് ചെറുതിലേ ഉള്ളൊരു ചിന്തയാണ്. നമ്മൾ ഈ സോക്സൊക്കെ കഴുകിയിടുമ്പോൾ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു സാധനം കഴുകിയിടുമ്പോൾ അതിൻ്റെ ജോഡി അതിൻ്റെ അടുത്ത് തന്നെ ഇടണം എന്നുള്ളത് എനിക്ക് വലിയ നിർബന്ധമാണ്, ചെറുതിലേ തൊട്ടുണ്ട്. ഞാൻ ചിന്തിക്കണത് അവർക്ക് വരെ കാണാണ്ടിരിക്കുമ്പോൾ വിഷമം തോന്നൂലേ എന്നാണ് എൻ്റെ ചിന്ത. അത് എൻ്റെ ഒരു വട്ടാണെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ എഴുതിയപ്പോൾ അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവരും അങ്ങനെയൊക്കെ ഇങ്ങനെ ചിരിച്ചു കണ്ടു കൗൺസിലിംഗ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പം ഞാൻ എപ്പോഴും ആ രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയപ്പോഴേ എഴുതി തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ കുറച്ച് ആ രീതിയിലാവാം. അങ്ങനെ ഞാൻ കഥയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ ഉറുമ്പിനെയൊക്കെ പറ്റി ഞാൻ എഴുതി. അതിനുശേഷം എനിക്ക് നല്ലൊരു വിഷയം തന്ന ആളാണ് നമ്മുടെ സായി മാഷ്. സായി മാഷിനെ ഞാൻ പരിചയപ്പെടുന്നത് വേറൊരു ഗ്രൂപ്പിൻ്റെ ചടങ്ങിൽ വെച്ചാണ് ഞാൻ സായി മാഷിനെ പരിചയപ്പെടുന്നത്. അന്ന് നമ്മളങ്ങനെ വലിയ എഴുതുന്ന ആളൊന്നുമല്ല. അന്ന് റസാക്ക് എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഞങ്ങളുടെ നാട്ടുകാരനാണ്, വലിയൊരു എഴുത്തുകാരനാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് ഞാനും മാഷും തമ്മിൽ വലിയ കമ്പനിയൊക്കെ ആയി. അതിനൊരിക്കൽ മാഷ് എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അന്ന് ഞാൻ ഈ ഉറുമ്പിൻ്റെ എഴുതിയിട്ടുണ്ട്, പിന്നെ ഏതോ ഒന്ന് കുഞ്ഞ് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, സനിത, ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ കാല് കൊണ്ടിട്ട് ഒരു ചെലന്തിയുടെ വല പൊട്ടിപ്പോയി, ആ ചെലന്തി ചാടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയി. ആ ചെലന്തി ചെയ്തൊരു പണി അറിയാണ്ടായാലും നമ്മൾ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു. ഞാൻ ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും സായി മാഷിനെ അതിൻ്റെ കഥ എഴുതി കൊടുത്തു. അത് നല്ലൊരു കഥയായിരുന്നു കേട്ടോ. ആ കഥയുടെ പേര് പൗരത്വം എന്നാണ്. ഇനി അടുത്ത പുസ്തകത്തിലേക്ക് ആ കഥയുണ്ടാവും. അപ്പോൾ അങ്ങനെ അതങ്ങനെ വന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആൾക്കാരിടുന്ന ചിത്രങ്ങൾ, ആൾക്കാർ പറയണ വാക്കുകൾ, ഇപ്പം നമ്മളുടെ ഇതിൽ വന്നിട്ടുള്ള ഈ കുട്ടമംഗലുണ്ടല്ലോ ഇബ്രാഹിം ഖാൻ ഞാനായിട്ട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സനിത, ഞാൻ 7 വയസ്സിൽ യത്തീമായ ആളാണ്. യത്തീം എന്ന് വെച്ചാൽ വാപ്പ മരിച്ചു പോയ ആളാണ്. പിന്നെ എൻ്റെ അമ്മാവൻ്റെ കടയിലായിരുന്നു. അമ്മാവൻ നല്ലൊരു മനുഷ്യനായിരുന്നു, എന്നെ സംരക്ഷിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഒറ്റ വരി മാത്രം അതിൽ നിന്ന് എടുത്തുള്ളൂ, യത്തീമാണ് എന്നുള്ളത് മാത്രം. ബാക്കി ഞാൻ ഉണ്ടാക്കിയ കഥയാണ്. എൻ്റെ കഥയിൽ അമ്മാവൻ കുറച്ച് ദുഷ്ടനാണ്. ആ ഒരു കഥയും എൻ്റെ ഇപ്പോഴത്തെ പുസ്തകത്തിലുണ്ട്. അങ്ങനെ നമ്മൾ ബിനിലിനോ, ഹായ് ബിനിൽ, ഇക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാതിരിക്കില്ലല്ലോ. ഓക്കെ ബിനിൽ, ഓക്കെ ബിനിൽ. അപ്പോൾ ചിലത് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കമൻറ്റ് വിട്ടുകൊണ്ടാ, കമൻറ്റ് മാത്രം ഞാൻ പറയാതിരുന്ന എനിക്കൊന്നും പറയാൻ പറ്റുകൊണ്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവരും ഞാൻ കാണുന്നുണ്ട്, എല്ലാവരോടും സ്നേഹം. അപ്പോൾ അങ്ങനെ ഒരേ കഥകൾ വന്ന് അത് മിക്കവാറും മൃഗങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളും ഒക്കെ ആയി. നമ്മൾ കാണുമ്പോൾ എല്ലാ സാധനത്തിനും ജീവനായി. എന്നെ സംബന്ധിച്ചാണെങ്കിൽ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ചുമ്മാ ഒരു കഥാപാത്രമല്ല, നമ്മളുടെ ഒരാളാണ്. ചിലപ്പോൾ സങ്കടമുള്ള കഥയാണ് നമ്മൾ എഴുതണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കഥ വായിച്ചു കൊടുക്കുന്നത് റസാക്കിനാണ്. അപ്പം സന്തോഷമുള്ള കഥയൊക്കെ ആണെങ്കിൽ ഭയങ്കര ചിരിയാണ്, രണ്ടുപേരും ഭയങ്കര ചിരിയാണ്. സങ്കടമുള്ളതാണെങ്കിൽ പകുതി വായിച്ചു കഴിയുമ്പോഴത്തേനും എനിക്ക് വായിക്കാൻ പറ്റാണ്ടാവും, എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് തന്നെ നിങ്ങൾ വായിച്ചോ എന്ന് പറയും. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായമാണ് ഞാൻ ആദ്യം വാങ്ങാറ്, ആദ്യം കിട്ടണത് അത് കറക്റ്റ് ആണ്. ചിലതൊക്കെ നമ്മൾ എഴുതേണ്ടത് ഒരേ ടച്ചിൽ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി എഴുതാനും ഒക്കെ നമ്മൾ അതിലെല്ലാം നോക്കും. അപ്പോൾ ആദ്യം പിന്നെ ഒരു വായനക്കാരന് എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളണത് എന്നുള്ളത് പുള്ളി വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നന്നായി ചിരിക്കണ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് വരും. പിന്നെ രാഷ്ട്രീയമൊക്കെയാണ് നമ്മൾ മാറ്റി വെക്കണത് എഴുത്തിൽ. അത് എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സർവീസിലുള്ളത് കൊണ്ട് നമുക്കതിന് രാഷ്ട്രീയവും അതൊന്നും എഴുതാനായിട്ട് ഇപ്പോൾ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച്
അതൊക്കെ കുറവാണ്, എഴുതൽ കുറവാണ്. പൊതുവെ എഴുതണം എന്നുണ്ടെങ്കിലും എഴുതൽ കുറവാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ, എഴുത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ റസാഖ് ഭായ്, നമ്മുടെ സ്വന്തം റസാഖ് വരുന്നുണ്ട്, കാണാം. നമസ്കാരം പറയും. ഹലോ, ഗുഡ് ഈവനിങ്. ഷായിക്ക് വെക്കുന്നുണ്ട് ബാബുരാജ്. ആ ബാബേട്ടാ, നമസ്കാരം. പറയ്, എല്ലാം പൊക്കി പറഞ്ഞു. ഇപ്പൊ ഉമ്മർത്താൻ പറയേ. ഹലോ, എല്ലാവരും തന്നെ എത്തിയിട്ടെന്ന് തോന്നണല്ലേ? ഞാൻ ഇപ്പോൾ ഇവിടെ ബാബേട്ടനാണ് കാണുന്നുള്ളൂ. ഷായിക്ക് എല്ലാവരും ഉണ്ട്. ഷായിക്ക, അമിതക്ക, സായി മാഷ്, അങ്ങനെ പുതിയൊരു കഥയുടെ മണിപ്പുരയിലാണ് സനിത. അപ്പോൾ ഈ വിപത്ത് കാലത്ത് ഞാൻ കുറച്ച് ഡ്യൂട്ടി തിരക്കിലൊക്കെ ആയിരുന്നു. ഒരു 2 ദിവസമായിട്ടൊന്ന് ഫ്രീ ആയത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഞാൻ സനിത കണ്ടിന്യൂ ചെയ്യും. അപ്പം അങ്ങനെ റസാഖിനെ കണ്ടു. പിന്നെ ഇനി എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളത് അത് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് സംസാരിച്ച് തുടങ്ങായിരുന്നു. ബീന വന്നിട്ടില്ലേ? ബീന വന്നിട്ടുണ്ടോ? ബീന ഷാജു എന്ന എൻ്റെ ഒരു സുഹൃത്ത് ഗ്രൂപ്പിലുണ്ട്. ബീന ഞാനിതിൽ കമൻറ്റ് ചെയ്തപ്പോൾ കണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് കേട്ടോ. ബീനനെ ഞാൻ ശ്രദ്ധിച്ചില്ലേ, ഇനി വിട്ടുപോയോ? ബീന ഈയിടെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു ബൈബിളിലത്തെ ഒരു സംഭവമാണ് പറഞ്ഞത്. അതാണ് ഞാൻ ഈയിടെ എഴുതിയ ഒരു കഥയിൽ കഴുതയുടെ കഥയായിട്ട് എഴുതിയത്. ഈ കഴുത ഒരു വഴി കൂടെ പോകുമ്പോൾ എല്ലാവരും കഴുതേനെ ഭയങ്കര ആരാധിക്കലാണ്. കഴുതയ്ക്കുള്ള കുരുത്തോലിയും മെഴുകുതിരിയൊക്കെ പിടിച്ചു നിന്നപ്പോൾ കഴുത വിചാരിച്ചു തന്നെ ആരാധിക്കണതാന്നോർത്ത് പിറ്റേന്ന് അവിടെ ബഹളമായി, കല്ലേറായി. നോക്കുമ്പോഴാണ് പറഞ്ഞത് യേശുദേവൻ പുറത്തിരുന്നത് കൊണ്ട് മാത്രം കിട്ടിയ ഒരു കുരുത്തോലിയും മെഴുകുതിരിയൊക്കെ ആയിരുന്നു അതെന്നുള്ളത്. എന്ന പോലെ അത് വെച്ചിട്ട് ഞാനൊരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു ബീനയുടെ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എന്തെങ്കിലും ചിത്രങ്ങളോ എന്തെങ്കിലും സന്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എഴുതാനും. കാരണം ഞാനൊരു ജന്മം കൊണ്ടുള്ള ഒരു എഴുത്തുകാരിയല്ല, നമുക്ക് അങ്ങനത്തെ കഴിവുകളില്ല. ഞാനിപ്പോൾ വന്നിട്ടുള്ള ഒരു ഇതല്ല. അപ്പം എനിക്ക് എങ്ങനെയാണ് ഈ എഴുത്ത് വരണേന്നുള്ളത് എന്നിലും ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ സായി ചേട്ടൻ എൻ്റെ പുസ്തക പരിചയം നടത്തിയപ്പോൾ സായി ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സനിത എന്നത് എഴുത്തുകാരിയല്ല, സനിതേനെ എഴുത്തുകാരി ആക്കേണ്ടത് വായനക്കാരൻ്റെ കടമയാണെന്ന്. അത് കറക്റ്റാണ്, ആ ഒരു വാചകമാണ് കറക്റ്റ്. നമ്മളെ കൂടുതൽ എഴുത്തുകാരി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിച്ചാലാണ് നടക്കുള്ളൂ. ലക്ഷ്മൺ സാറൊക്കെ തുടക്കത്തിൽ തന്നെ നമ്മൾ എഴുതുന്നത് വായിക്കണ സാറാണ്. ഞാൻ KCBയുടെ ഗ്രൂപ്പിൽ, ഊർജം ഗ്രൂപ്പിൽ എഴുതിയിരുന്നു. പിന്നെ ഇങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം എനിക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കണം എന്ന് ചിന്തിക്കണ ഒരാളാണ് ഞാൻ.
കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളോട് സംസാരിക്കുന്നത് തന്നെയാണ് ആ കമൻറ്റ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിന് നമ്മളൊരു മറുപടി പറയണം. അപ്പോൾ എല്ലാവർക്കും മറുപടി എഴുതാനായിട്ടുള്ള ഒരു ടൈം കുറവും മൊബൈലിൻ്റെ യൂസിങ് കൂടുതലായതുകൊണ്ട് കണ്ണിന് വന്നിട്ടുള്ള കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ കൊണ്ടാണ് ഈ ഗ്രൂപ്പുകളിലുള്ള എഴുതൽ പൊതുവേൽ കുറച്ചത്. അതിനു മുമ്പ് ഞാൻ കുറേ ഗ്രൂപ്പുകളിൽ എഴുതാറുണ്ടായിരുന്നു, നല്ലപോലെ ഷെയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇനി വിശുദ്ധി ഗ്രൂപ്പിലേക്ക് ഞാൻ വരാനായിട്ട് കുറച്ച് വൈകി. എനിക്കറിയാം, ഞാൻ തന്നെ മാറി നിന്നതാണ് കുറച്ച്. അപ്പം ഇപ്പം എനിക്ക് വരുമ്പോൾ എനിക്ക് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു നഷ്ടബോധം പോലെ തോന്നി. എത്രയോ പേര് ഇതിൽ വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട്. ഞാൻ ചില കാരണങ്ങൾ കൊണ്ടൊന്നും മാറി നിന്നതാണ്, ഗ്രൂപ്പിൻ്റെ കുഴപ്പം കൊണ്ടല്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വരാനും ലൈവിൽ വരാനും. അപ്പോൾ ഇത് നമ്മളുടെ ഒരു തുടക്കമാവട്ടെ. ഇനി ഞാൻ ഗ്രൂപ്പിലുണ്ടാവും. ഗ്രൂപ്പിൽ നമുക്ക് എഴുതണം, വായിക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് ഉള്ള മെറ്റീരിയൽസ് കിട്ടണം. എഴുതാനായിട്ടുള്ള എല്ലാ സഹകരണവും നിങ്ങളിൽ നിന്ന് ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. ഇനി നിങ്ങൾ ചോദിക്കൂ. മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഏതൊരു കമൻറ്റിൽ. മക്കൾ 2 ആൺമക്കളാണ്. മൂത്ത ആൾ എൻജിനീയറിങ് കഴിഞ്ഞു. അവൻ ബാംഗ്ലൂരിൽ ജസ്റ്റ് ഇപ്പോൾ വർക്ക് തുടങ്ങിയിരിക്കണം. അവന് ജർമ്മനിക്ക് ഒരു കാര്യം ശരിയായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഈ കൊറോണയുടെ സമയമായതുകൊണ്ട് നമ്മളിപ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി 1-2 കൊല്ലം കഴിയട്ടെ എന്നുള്ള അതിൽ പോണു. രണ്ടാമത്തെ ആൾ BBAക്ക് അവൻ കോയമ്പത്തൂരാണ്. അവന് ഫുട്ബോളറായിരുന്നു. അവൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം അവനെ കളിക്കാൻ സമ്മതിക്കാഞ്ഞതും പിന്നീട് അവൻ തന്നെ അതിൽ വിജയിച്ചു വന്നതും പിന്നെ നമ്മൾ സമ്മതിച്ചത്. ഇപ്പോൾ അവന് അഡ്മിഷനല്ല, അതാണ് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനാണ്. അപ്പോൾ അങ്ങനെ അവൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മളൊന്നും പൈസയുടെ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം ആ കളിയിൽ നിന്ന് അവൻ നേടിയെടുത്ത, അവൻ പിടിച്ചെടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. മക്കളുടെ നമ്മൾ കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ അവൻ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ നമ്മൾ കുറേ മനക്കോട്ടകളൊക്കെ കിട്ടും. പക്ഷേ ഈ കുഞ്ഞിന് ഏതാണ് ഇഷ്ടം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവിലാണ് അവൻ്റെ വിജയം അല്ലെങ്കിൽ അവളുടെ വിജയം ഇരിക്കുന്നത്. ചിലവർക്ക് പഠിച്ച് മുന്നേറി വരാൻ, ചിലവർക്ക് കളിയിലായിരിക്കും, ചിലവർക്ക് പല കഴിവുകളും ഉണ്ടാവും. നമ്മളത് കുഞ്ഞിലെ അവരുടെ കൂടെ നിന്ന് അതെല്ലാം കണ്ടെത്തി ആ രീതിയിൽ നോക്കുക. പിന്നെ എന്താ അതിപ്പോൾ ഇങ്ങനെ കമൻറ്റും ഇതൊന്നും കാണുന്നില്ല. എന്നെ ഉപേക്ഷിച്ച് എല്ലാവരും പോയോ? ഞാൻ ഇങ്ങനെ ചുമ്മാ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഒന്നും കാണാത്തത് കൊണ്ടാണ് കേട്ടോ. ലൈക്കുകൾ വരുന്നുണ്ട്, പക്ഷേ ഈ കമൻറ്റുകളായിട്ട് നമ്മൾ കാണുന്നില്ല. ഇനി വിഷയങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് പറയാൻ എളുപ്പമുണ്ടായിരുന്നു. എല്ലാവരും ഇതൊക്കെ അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയാ? കാണുന്നില്ലേ? ഇത് സ്റ്റക്കായിട്ടൊന്നും ഇല്ലല്ലോ. എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവനായിട്ട് കിട്ടിയിട്ടുമില്ല. ഇനി എന്താണ് പറയേണ്ടത്? ലക്ഷ്മൺ സാറേ കേൾക്കണ്ടോ? പറയണത് കേൾക്കണില്ല. ആരെങ്കിലും പറയൂ, കേൾക്കണ്ടോ? വിഷ്ണു, ഹായ് വിഷ്ണു, കേൾക്കണ്ടോ വിഷ്ണു?
ഇപ്പോഴാണ് വീണ്ടും കമൻറ്റുകൾ കയറി വരണത്. ആ ഷായിക്ക് അതേ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴാണോ നിങ്ങൾക്ക് കേട്ടി തുടങ്ങിയത്? സാധാരണക്കാർക്കും മനസ്സിലാകും വിധമാണ്. ആ അത്ര അറിയുള്ളൂ. സാധാരണ ഭാഷയും സാധാരണ ഇതറിയുള്ളൂ. വലിയ സാഹിത്യ ഭാഷ എനിക്ക് അറിയില്ല അത്രയും. റസാക്കിൻ്റെ ഒരു കാര്യമോ? മാഷെ ഐസക് മാഷെ പുള്ളി പോയി. ഇപ്പോഴാണ് ഇതൊക്കെ ഈ കമൻറ്റുകൾ ഇവിടേക്ക് ഇപ്പോഴാണ് കയറി വരുന്നത്. ഇത്ര നേരം കമൻറ്റുകൾ വന്നില്ലായിരുന്നു. ഞാൻ നോക്കി വെച്ചോളാം. പാട്ട് പാടിയ എഴുത്തുകാർ എൻ്റെ വായനക്കാരും മൊത്തം ഓടിപ്പോവും. സൈസാറെ ഗുഡ് ഈവനിങ്. ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? അത് ഇടയിൽ അത് ബ്ലോക്കായിരുന്നോ എന്നൊന്നും അറിയണില്ലല്ലോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ഞാൻ. ഇനി എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുക. പ്രിയയുടെ അടുത്തായിരുന്നു അതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിലൊരു പ്രിയയുടെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളും കൈമാറാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ തന്നെയായി പോയില്ലേ. അപ്പം ഇനി തൃശ്ശൂരത്തെ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങിയാലോ നമുക്ക്? തൃശ്ശൂരുള്ള ആരെങ്കിലും ഉണ്ടോ അതിലെ? ബാബേട്ടനുണ്ട്, പിന്നെ കൂട്ടമംഗലുണ്ട്. ആ ശശിധരേട്ട റസാക്ക് താഴത്തേക്ക് പോയി. ഇപ്പോഴാണ് ഈ കമൻ്റൊക്കെ വരുന്നത്. ഏയ് തടി കൂടിയിട്ടില്ല, തടി കുറവ് ഇപ്പോൾ അനീഫ. ഇപ്പം നടത്തവും വ്യായാമത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടെ ഇൻസ്ട്രക്ടറാണല്ലോ. അവിടുത്തെ മൊത്തം വ്യായാമം നമുക്ക് കൂടി ഉണ്ട്. നടത്തവും ഓട്ടവും സൈക്ലിങ്ങും എല്ലാം ഉണ്ട്. അതിൻ്റെ പേരിൽ തടി അങ്ങനെ കൂടിയില്ല. സോണിയൊക്കെ എൻ്റെ വലിയൊരു സുഹൃത്താണ് കേട്ടോ. സോണി എഴുതണത് ഇടയ്ക്ക് എനിക്ക് തരാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വായിച്ചു നോക്കിയിട്ട് എന്നെ മുമ്പ് ഐസക് മാഷൊക്കെ പറഞ്ഞിരുന്ന നല്ല കമൻറ്റുകൾ പോലെ ഞാൻ സോണീനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. അവരൊക്കെ നമുക്ക് എഴുതി തന്നിട്ട്. രാജ് സാറേ വലിയ സന്തോഷം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റസാക്കിനെ ഇനി ഒന്നുകൂടി വിളിക്കണോ? റസാക്ക് ഇപ്പോഴായിരിക്കും ഈ കമൻറ്റൊക്കെ കാണുന്നത്. അപ്പം അങ്ങനെ ഒന്നും ചവയ്ക്കണില്ല. അങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് തോന്നണത്? ഞാനേ മുമ്പ് ഒരു ഗ്രൂപ്പിൽ ലൈവായിട്ട് പോയി ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ. അപ്പോൾ ഈ മൈക്കായിരുന്നു നമുക്കൊരു പേടി. മൈക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇതാവുമ്പോൾ ഫോൺ തന്നെയാണല്ലോ. അതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രോബ്ലം തോന്നിയില്ല. അപ്പോൾ അതിലൊരു മണിക്കൂർ ഉണ്ടായിരുന്നു. നമ്മളുടെ ഗഫൂർ ചേർത്തിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നത്. അതിലിതുപോലെ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പോയി. ഇതിപ്പോൾ സമയം എത്രയുണ്ടാവുന്നൊന്നും എനിക്കൊരു പിടികിട്ടണില്ല ഇവിടെ കേട്ടോ. ഇബ്രാഹിം കാ, എന്തുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? കമൻറ്റ് വായിക്കുന്നുണ്ട് സായി മാഷെ. കമൻറ്റ് വായിച്ചാണ് പറയണത്. ഞാൻ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്തെങ്കിൽ എനിക്ക് പറയാൻ എളുപ്പമുണ്ട്. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. കമൻറ്റുകൾ ഇപ്പോഴാണ് കയറി വരുന്നത്. കമൻറ്റ് വന്നില്ലായിരുന്നു കുറച്ച് നേരമായിട്ട്. ആ ശർമാജീനെ ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ. FB-ൽ റസാഖിൻ്റെ എൻ്റെ ഒക്കെ ഒരു സുഹൃത്താണ് ശർമാജി. സോണിക്ക് പുസ്തകം വേണമെന്നല്ലേ? പുസ്തകം ഇനി ഞാൻ നമ്മുടെ പുസ്തകം വലിയൊരു ഭാഗ്യമാണ്. 17 ദിവസം കൊണ്ട് അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ തീർന്നു. ഞാൻ കുറച്ച് പുസ്തകം കയ്യിൽ കരുതിയിട്ടുള്ളൂ. ബാക്കി
50 പുസ്തകം നമ്മുടെ ലീല ചേച്ചി വാങ്ങിയല്ലോ. അപ്പോൾ അതിലൊരു 15 പുസ്തകം അവർക്ക് ഇനി അയക്കാനുണ്ട്, അത് എടുത്തു വെച്ചേക്കാണ്. പിന്നെ ഞാൻ നോക്കട്ടെ അതിൽ എണ്ണത്തിൽ ഇനി എങ്ങനെയാന്ന് നോക്കട്ടെ കേട്ടോ. കഥ എഴുതാനുള്ള ഊർജം ജീവിതത്തിൽ നിന്ന് തന്നെയാണ്, പക്ഷെ എൻ്റെ മാത്രമല്ല എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളില്ല. മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് റസാക്കിൻ്റെ ഇതിഹാസം അതാണല്ലോ നമ്മൾ, അതാണ് ഞാൻ. ഇനി അത് എഴുതണോ? അപ്പോൾ അത് ഈ കഥകൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളും കൂടി നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു കഥയായിട്ടൊക്കെ വരും. സ്വന്തം അനുഭവങ്ങൾ അത്ര വലിയൊരു അനുഭവങ്ങളെന്ന് പറയാൻ അങ്ങനെ വിഷമം പിടിച്ച അനുഭവങ്ങളൊന്നും ദൈവസഹായത്താലും ഉണ്ടായില്ല. പപ്പ പ്രവാസിയായിരുന്നു, സൗദിയിലായിരുന്നു. അന്ന് ഒരു 70-കൾ 80-കൾ കാലഘട്ടം, 90-കൾ വരെ, 93-ലാണ് പപ്പ പോകുന്നത്. ആ സമയം വരെ പപ്പ ഗൾഫിലായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലമൊക്കെ ഭയങ്കര ഒരു കുട്ടിക്കാലമായിരുന്നു. നമുക്ക് ഓർക്കുമ്പോൾ ഒക്കെ ഇപ്പോൾ എൻ്റെ മക്കൾക്ക് പോലും അത്രയ്ക്ക് സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ അതിന് അത്രയ്ക്ക് ശ്രമിക്കാറില്ല. കാരണം അത്രയ്ക്കും വലിയൊരു കുട്ടിക്കാലം വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ പപ്പയും മമ്മിയൊക്കെ മറന്നുപോയത് അവർ ജീവിക്കാൻ മറന്നുപോയ ആൾക്കാരാണെന്നാണ് എൻ്റെ തോന്നൽ. നമ്മൾ സ്വയം എപ്പോഴും ജീവിക്കണം, എന്നിട്ട് വേണം അതിൻ്റെ കൂടെയാണ് നമ്മളുടെ മക്കളെയും കൊണ്ടുപോകേണ്ടത്. ഒരിക്കലും മക്കൾക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കരുത്. എൻ്റെ പപ്പയും മമ്മിയും അങ്ങനെ ചെയ്തത്. അവർക്ക് മക്കളോട് ഭയങ്കര ഒരു സ്നേഹമായിരുന്നു. എപ്പോഴും ഇങ്ങനെ കൂടെ വേണം, എപ്പോഴും ചുറ്റിനും വേണം എന്നുള്ള ഒരു ചിന്താഗതിക്കാരായിരുന്നു അവർ. അപ്പം അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ വളർന്ന് വലുതായത്. ആ വലുതായതിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മൾ എൻ്റെ മക്കൾ കഴിച്ചിട്ടില്ലാത്ത ഫുഡ് പോലും നമ്മൾ ആ ചെറുപ്പത്തിൽ അത്തിപ്പഴം തൊട്ടുള്ള എല്ലാ ഫുഡും പപ്പ കൊണ്ടുവരും. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവരും. അതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ടാവും. അന്ന് ഫാമിലിയിൽ തന്നെ 2-3 പേര് ഗൾഫിലായതുകൊണ്ട് അത് അയൽപ്പക്കത്തൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ, അന്നത്തെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ മമ്മി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. മമ്മി മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ്. കാരണം മമ്മി എല്ലാ കുട്ടികൾക്കും ചോക്ലേറ്റ് സാധനങ്ങൾ, പപ്പ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം മമ്മി അവിടെ കൊടുക്കും. സോപ്പ്, സ്പ്രേ. അന്നത്തെ കാലത്ത് ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള കാലമാണ്. അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ എപ്പോഴും. അതുപോലെ നമ്മൾ ഈ കഥകളിലേക്ക് വന്നതിൽ ഒരു പ്രധാന പങ്കെന്ന് പറയുന്നത് മമ്മി എല്ലാ പുസ്തകങ്ങളും വരുത്തുമായിരുന്നു. ഈ അന്നത്തെ ലാലുലീല, പൂമ്പാറ്റ, ബാലരമ തുടങ്ങിയിട്ട് നമ്മൾ അന്ന് കിട്ടാവുന്ന എല്ലാ പുസ്തകങ്ങളും വീട്ടിൽ വരുത്തും. ആ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തമ്മിൽ അടിയാം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അമർ ചിത്രകഥകൾ. അതൊക്കെ നമ്മൾ ചെറുതിലേ വായിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. അതാണ് ഈ ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഒരു എന്താ പറയുക, ഒരു രസകരമായൊരു കാലഘട്ടം ആണ്. റസാഖ് പട്ടിണിയാണോ? എന്തിന്? ഈ ഷായിക്കാണ് ഞാൻ പറയണ വിഷയത്തിൽ നിന്ന് തന്നെ മാറ്റി വിടുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെയായിരുന്നു ചെറുപ്പത്തിലെ എല്ലാ ഇതുകളും. ഞാൻ മക്കൾക്ക് അത്രയ്ക്ക് അധികം അവരെല്ലാ നിലയിലും നമ്മളൊന്ന് നോക്കിയിട്ടുണ്ട്. കാരണം നമ്മളെല്ലാ നല്ലതും ചീത്തയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് നല്ലത് എടുത്തിട്ട് ബാക്കി കൊള്ളൂല്ലാത്തതെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഓവറായിട്ടുള്ള സ്നേഹമുണ്ട്, പക്ഷെ അത് ഓവറിലേക്ക് പോയിട്ടില്ല. മമ്മിക്ക് എനിക്ക് ഇടിവെട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പേടിയാണ്. മമ്മിക്ക് അതൊക്കെ ഇടിവെട്ടുമ്പോഴൊക്കെ എപ്പോഴും പേടിയാണ്. എന്നെ ഓർത്തിട്ടൊക്കെ പേടിയായിരുന്നു. അവൾ എന്ത് ചെയ്യായിരിക്കും, അവൾ പുറത്താണോ എവിടെയാണോ എന്നൊക്കെ ഓർത്തിട്ട് എപ്പോഴും ടെൻഷനായിരുന്നു. അങ്ങനത്തെയൊക്കെ അത് അമ്മമാർക്ക് ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒരു പാട്ടും കൂടി പാടിയിട്ട് പോയാൽ പിന്നിലെ എൻ്റെ എല്ലാ വായനക്കാരും ആ നിമിഷം കൊണ്ട് രക്ഷപ്പെടും. പാട്ട് പാടുന്നതോടുകൂടി എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകും. ഹനീഫ കഥ പറയൂ. അത് പറഞ്ഞോളൂ, ഞാൻ എഴുതിക്കോളാം കേട്ടോ. ഹനീഫ പറഞ്ഞോളൂ, കഥ പറഞ്ഞോളൂ. പിന്നെ ഈ വിശുദ്ധി എന്നുള്ളത് കേരളത്തിൻ്റെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശുദ്ധ മനസ്കർ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് വിശുദ്ധി എന്ന് എനിക്കറിയാം. അത് ഏത് രീതിയിലാണ് അതിൻ്റെ പ്രായോഗികമായിട്ട് വരിക എന്നുള്ളത് വീൽ ചെയറിൽ നോക്കാം ശർമ്മജി, ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ. അത്
എങ്ങനെയാണെന്നുള്ളതൊന്ന് ഞാനൊന്ന് ചിന്തിക്കാൻ പറ്റിയിട്ട് കേട്ടോ. വിഷയം ഈ പറഞ്ഞ പോലെ എനിക്കും അത് ടച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ മാലിന്യമുക്തം നമ്മൾ വിജയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം കുറച്ച് നാളുകളായിട്ടുള്ളൂ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ടെന്ന് എനിക്കറിയാം. ഇതിപ്പോൾ 1.1K നിൽക്കുന്നത് ആൾക്കാർ ഉള്ളത്. നമ്മളെപ്പോഴും ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളാരും ഈ ഗ്രൂപ്പിൽ വന്നിട്ടല്ല ഈ വിശുദ്ധി ആവണത്. നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും കേട്ടോ, എല്ലാവരും, എന്നെ മാത്രമല്ല എല്ലാവരും അത്യാവശ്യം ശുദ്ധമനസ്കര്, വിശുദ്ധമായിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളവർ. ഷായിക്ക ചുപ്പ് രഹോ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഞാൻ ഇത് പറഞ്ഞിട്ട് ഷായിക്കാക്കുള്ള മറുപടി തരും. അപ്പം ഏതൊരു ഗ്രൂപ്പിലും നമ്മൾ വിചാരിക്കും നല്ലൊരു ഗ്രൂപ്പ്, നമ്മൾ അതിൽ മെമ്പറാണ്, ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും നല്ലവരാണ്, അപ്പോൾ ഈ ഗ്രൂപ്പ് കൊള്ളാം എന്ന് ചിന്തിക്കുന്നതിന് മറിച്ച് ഇപ്പുറത്തെ സൈഡ് ഒന്ന് നോക്കണം. നമ്മളെല്ലാവരും ചേർന്നപ്പോഴാണ് ആ ഗ്രൂപ്പ് നല്ലതായത്. അങ്ങനെ ചിന്തിക്കണം. അപ്പോഴാണ് ആ ഗ്രൂപ്പ് കൂടുതൽ ഉയരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ആയിട്ട് മാറും. അതാണ് ഇപ്പോൾ പലയിടത്തും നമ്മൾ കാണുന്നത്. നമ്മൾ പല ആൾക്കാരാണ്, പല സ്വഭാവക്കാരാണ്, പല നാട്ടിലുള്ളവരാണ്, പല രീതിയിലുള്ളവരാണ്, പല ഇഷ്ടങ്ങളുള്ളവരാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരു ഇഷ്ടത്തോടു കൂടി, ഒരു മനസ്സോടുകൂടി, ഒരു ചിന്തയോടുകൂടിയാണ് ഒരു ഗ്രൂപ്പിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ 100% നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരാണ്. നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൽ പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് പൊതുവെ നമ്മൾ അവിടെ നിന്ന് കൊതിറി രക്ഷപ്പെടാനായിട്ട് നോക്കണം. ഇപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞുള്ള ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്ര അധികം ആൾക്കാർ വന്നു. പിന്നെ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ലക്ഷ്മൺ സാറായാലും സായി മാഷായാലും, പിന്നെ എനിക്ക് എല്ലാവരുടെയും പേരറിയില്ല, ക്ഷമിക്കണം. അപ്പോൾ അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. നല്ല രീതിയിലാണ് ഈ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതിൽ ഒരുപാട് മെമ്പേഴ്സ് വന്നിട്ടുണ്ട്, എഴുതുന്നവരുണ്ട്, വായിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ഇന്നലെ വിജയലക്ഷ്മി അടക്കമുള്ള ആൾക്കാർ ഇതിൽ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതമായിപ്പോയി. വീട്ടു ജോലിക്ക് വന്ന അപ്പം അത് വിജയലക്ഷ്മിനെയൊക്കെ കണ്ടപ്പോൾ, വിജയലക്ഷ്മിനെയൊക്കെ നമ്മൾ തുടക്കം തൊട്ടുള്ള എഴുത്തുകൾ വായിച്ച് കറക്റ്റ് കമൻ്റ് എഴുതി നമ്മളുടെ ഒരു വലിയൊരു സുഹൃത്താണ്. കൂടാണ്ട് ടീച്ചറാണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ഈ ടീച്ചർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഏതൊരു ആളെയും, ഏതൊരു ഗുണ്ട തൊട്ട് ഒരു കളക്ടർ വരെ ഒരു ടീച്ചർ പഠിപ്പിച്ച കുട്ടികളാണ് അവർ. പലതും പല രീതിയിൽ വഴിതെറ്റിപ്പോണ്ടെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ളതിന് ഭയങ്കര കടമകളുള്ള ഒരു ജോലിയാണ്. അപ്പോൾ വിജയലക്ഷ്മി ഒരു ടീച്ചറായതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഞാൻ അടിമാലിക്ക് മുമ്പ് കാണണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് വിജയലക്ഷ്മി. അടിമാലിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. അടിമാലി മാത്രമല്ല, കോതമംഗലം ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര ഒരു അത്ഭുതം പോലെ എനിക്ക്. കാരണം ഞാനങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ എന്നെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കളും ഒക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ വലിയൊരു സംഭവമായിട്ട്. അജി, ഹായ് അജി. അപ്പോൾ ഇല്ല, നിങ്ങൾക്ക് ആലോചിക്കാൻ താല്പര്യമുണ്ടോ ഹമീദക്ക? അപ്പോൾ ഞാൻ കോതമംഗലത്ത് നിങ്ങളാ മന്തി ശരിയാക്കി വെച്ചേരും കേട്ടോ. അപ്പോൾ ഹമീദക്കാണ് ഒരിക്കൽ കോതമംഗലം വന്നപ്പോൾ വിളിച്ച് മന്തിയൊക്കെ വാങ്ങിച്ചെന്ന് കമ്പനിയായ ഒരു മനുഷ്യനാണ് അങ്ങേര്. വീട്ടുജോലിക്ക് വന്ന ഒരു ചേച്ചിയുടെ കഥ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ആ ചേച്ചി 2 പേര് വീട്ടുജോലിക്ക് വന്നിട്ടുള്ളവരുടെ കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. മുമ്പ് വന്നത് ഇവിടെ അടുത്തുനിന്ന് എനിക്ക് അന്ന് പെട്ടെന്ന് എന്തോ അസുഖമായപ്പോൾ വിളിച്ചത്. ഞാൻ സ്ഥിരമായിട്ട് ആൾക്കാരെ നിർത്താറില്ല, ഒരു ആഴ്ചയിൽ 2 ദിവസത്തേക്കൊക്കെയാണ് ഞാൻ വിളിക്കാറുള്ളത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട കഥകളാണ് കേട്ടോ. അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ പണിക്ക് പോകുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വളരെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. ആ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളിരുന്ന് സംസാരിച്ചു കുറച്ച് നേരം. ആ സംസാരിച്ചതിൽ അവർ പറഞ്ഞു,
ഭർത്താവിന് ഇപ്പോൾ പണിയില്ല, പുള്ളിക്ക് അസുഖമാണ്. പിന്നെ മോൻ്റെ വൈഫിൻ്റെ കുറച്ച് സ്വർണ്ണം ഒന്ന് പണയപ്പെടുത്തി, അത് പറഞ്ഞിട്ട് അവനിപ്പോൾ ഭയങ്കര ബഹളമാണ്, അവൻ മാറിപ്പോയി. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണിക്ക് വരണതെന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിട്ട് തോന്നി. കാരണം ഈ സാമ്പത്തികം ശേഷരേട്ടാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം, താങ്ക്സ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ ആ ഒരു വിഷമം തോന്നിയപ്പോൾ, അവർക്ക് 2 ആൺമക്കളാണ്. അപ്പോൾ അതിങ്ങനെ വലിയൊരു വിഷമം പോലെ തോന്നിയപ്പോൾ ഞാൻ നമുക്ക് എന്തിനാണ് മക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് എഴുതിയിട്ടു. അതൊരു 10-700ഓളം ഷെയർ ഈ കവിതകൾ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കവിതകളും പിന്നെ എൻ്റെ തൂലികാന ഏതൊരു ഗ്രൂപ്പിലും കൂടി ഷെയർ ചെയ്തു. അന്ന് നമ്മുടെ വിശുദ്ധി ഗ്രൂപ്പില്ല. അപ്പം അതിൽ നിന്ന് ഒരുപാട് 10-700ഓളം ഷെയർ പോയപ്പോൾ എനിക്ക് മനസ്സിലായി അത് നമ്മളുടെ സമൂഹത്തിലത്തെ ഒരു വലിയ പ്രശ്നമാണത്. നമ്മൾ മക്കളെ നോക്കണു, മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും നമ്മളുടെ ലൈഫ് നമ്മൾ അതിനോടൊപ്പം തന്നെ കൊണ്ടുപോകണം. ഇപ്പോൾ ശർമാജി പറഞ്ഞല്ലോ, ഈ വീൽ ചെയറിലിരിക്കുന്ന ആളുടെ കഥ എഴുതണം എന്ന് പറഞ്ഞില്ലേ. നമ്മൾ എപ്പോഴും നമുക്ക് ഈ ആരോഗ്യം നമുക്ക് ഉണ്ടാവില്ല. നമ്മളുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ മനസ്സിന് സക്സസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ചിന്ത നമുക്ക് വരണം. നമ്മളൊരു സക്സസ്ഫുൾ ആണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ ജീവിക്കണം. ഞങ്ങളങ്ങനെ വലിയൊരു പൈസക്കാരല്ല, പക്ഷേ ഒരു 2-3 ദിവസത്തെ ലീവും ഒരു കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്യും. മക്കൾക്ക് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂട്ടും. അവർ രണ്ടുപേരും 2 സ്ഥലത്തായതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ ഒരു ബുള്ളറ്റ് റൈഡ് ആയിരിക്കും. അത് ഇപ്പം നമ്മൾ രാവിലെ ഒരു മോർണിംഗ് വാക്ക് നടത്തുന്നത് വരെ നമ്മളൊരു ടൂറിൻ്റെ ഒരു മൂഡിൽ തന്നെയാണ്. ആ ഒരു പരസ്പര സ്നേഹവും കാര്യങ്ങളും ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളുടെ ജീവിതം നമ്മൾ കൊണ്ടുപോവുക, മക്കൾ അതിനോടൊപ്പം അവരെ ഇതും കൊണ്ടുവന്നോളും. അപ്പം സുധാകരൻ ഹായ്. ഹമീദൊക്കെ ഇപ്പോഴാണോ കേൾക്കുന്നുണ്ടെന്നുള്ളതൊക്കെ വരുന്നത്? ഇതിനു മുമ്പ് ഞാൻ കുറേ നേരം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കമൻ്റ് എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ കമൻറ്റുകൾ ഒന്നിച്ച് കയറി വന്നത്, അതാ പ്രശ്നമായത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളെപ്പോഴും അപ്പോൾ അവരുടെ ആ ഒരു കഥ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കി. അവരങ്ങനെ കുറച്ച് നാൾ ഇവിടെ ജോലി ചെയ്തു. പിന്നീട് അവർക്ക് ഈ അക്കാദമിയിൽ ഒരു ആളാവശ്യം ഉണ്ടെന്നുള്ള ഒരു വേക്കൻസി വന്നു ഡെയിലി വേജസിൻ്റെ. അപ്പോൾ ആ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പോൾ അവർക്ക് അത് കുറച്ചും കൂടി നല്ലതായിരുന്നു. അങ്ങനെ അവർ പോയി. അത് കഴിഞ്ഞാണ് ഈ ചേച്ചി വരുന്നത്. ഈ ചേച്ചി കുറച്ചും കൂടി എനർജറ്റിക്കും കുറച്ച് ചിന്തകളൊക്കെ ഉള്ള ഒരു വായനയൊക്കെ ഉള്ള ഒരു ചേച്ചിയാണ്. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ചേച്ചി പറയുന്നത് അവരുടെ മോള് IAS കോച്ചിങ്ങിന് പോണ കുട്ടിയാണ്, ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അവളുടെ ഹോസ്റ്റൽ ഫീ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. ഇപ്പം ശരിയായി സായി ചേട്ടാ, ഇപ്പോൾ ഈ ഇതുകൾ വരുന്നുണ്ട്, ഇപ്പോഴാണ് വന്നു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അവർ വന്നു. അപ്പോൾ അവരൊരു ഐഡിയ കണ്ടിരിക്കണം എന്ന് വെച്ചാൽ അവർ വരണത് മണിക്കൂറിനാണ് പൈസ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾക്ക് ചിലപ്പോൾ നമുക്കൊരു ഫുൾ ഡേ വർക്ക് ഉണ്ടാവില്ല, കുറച്ചൊരു 2 മണിക്കൂർ 3 മണിക്കൂർ നേരത്തെ പണി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് അവരെ വിളിക്കാം. അത്രയും പൈസ വേണ്ട, അവർ കറക്റ്റ് എമൗണ്ട് പറഞ്ഞാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഇവിടെ ഒരു 3-4-5 വീടുകളിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു. അവർക്കും സന്തോഷം, അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അവരുടെ മോള് പഠിക്കുന്നു. ആ കുട്ടിയെല്ലാം A+ ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ തൃശ്ശൂരുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൽ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് പഠിക്കുകയാണ്. അപ്പം ഞാൻ അവർക്ക് ഒരു പുസ്തകം ഞാൻ കൊടുത്തപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, സനിതയുടെ അടുത്ത പുസ്തകം മീൻസ് ഏതെങ്കിലും ഒരു തവണ എഴുതുക പുസ്തകം. ആ കുട്ടി പഠിക്കുന്നല്ലേ ഉള്ളൂ. എൻ്റെ മോള് പ്രകാശനം ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞത്. അതെനിക്ക് വലിയ സന്തോഷമായിപ്പോയി. കാരണം ആ കുട്ടി വളരണം. എനിക്ക് അത് ഈ ഉദാഹരണം സുജാത എന്ന് പറഞ്ഞൊരു സിനിമയിലത്തെ ആണ് എനിക്ക് ആ ചേച്ചീനെ കണ്ടപ്പോൾ തോന്നിയത്. കാരണം അവരത്രയും അവരൊരിക്കലും അവർക്ക് കഷ്ടപ്പാടാണെന്നോ അവരങ്ങനെ ജോലി ചെയ്ത് ബുദ്ധിമുട്ടുണ്ടെന്നോ അങ്ങനെ ഒരിക്കലും അവർ പറയാറില്ല. രാജാ സുഖമായിരിക്കണോ രാജാ? ആ ഗോപിന്നോ പേര് വിളിക്കും, ഗോപിച്ചേട്ടാന്നൊക്കെ വിളിക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾക്കത് ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു
ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈ കൗൺസിലിംഗ് ഒക്കെ നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ വിഷമം. ചിലവരൊക്കെ ഇത് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് കഴിഞ്ഞ് അവരുടെ മക്കൾ ഒന്ന് റെഡി ആയിട്ട് കിട്ടി കഴിയുമ്പോൾ അവരുടെ അമ്മമാർ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഇതാ നിങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ താതി കെടുത്തി എന്ന് പറയും. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ഞാനിത് പൈസയ്ക്ക് വേണ്ടിയല്ല ഈ പരിപാടി ചെയ്യണത്. ഈ കൗൺസിലിംഗ് ഞാൻ പഠിക്കാത്തത് കൊണ്ട് അതെൻ്റെ തൊഴിലല്ല, അത് ഫ്രീ ആണ് നമ്മൾ ചെയ്യണത്. പക്ഷേ എല്ലാ കുട്ടികൾക്കും അത് കുട്ടികളൊക്കെ പിന്നീട് എൻ്റെ കമ്പനിയാണ്. അവർ ഞാൻ ആദ്യം പോലീസാന്ന് പറഞ്ഞിട്ട് വരട്ടണത്. പിന്നീടാണ് പിന്നീട് എപ്പോഴും അവരുടെയൊക്കെ വിശ്വാസം ഞാൻ പോലീസാണെന്നാണ്. അപ്പോഴാണ് ഉള്ള സത്യം പറയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഒന്നും ഒരു സത്യമൊന്നും പറയുന്നില്ല. മനേഷ് ഭായിയുടെ പുസ്തകം കിട്ടിയില്ല. ഒരു ലിങ്ക് വരും, ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആമസോണിൽ ഇനി വരും. ഇപ്പം ഈ സെക്കൻഡ് എഡിഷൻ അങ്ങനെയാണ്. നമ്മൾ അല്ല, ഗ്രീൻ ബുക്സ് നേരിട്ടാണ് ചെയ്യുന്നത്. ഞാൻ വാങ്ങിച്ച പുസ്തകത്തിൽ ഇനി കുറച്ചുകളേ ഉള്ളൂ. മുഹമ്മദ് അലി, ഞാൻ പാട്ട് പാടിയാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വായനക്കാർ ഓടി രക്ഷപ്പെടും. പിന്നെ എനിക്ക് വായിക്കാൻ പോലും ആളുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പാടാത്തത് കേട്ടോ. പിന്നെ അപ്പോൾ ഈ കുട്ടികളുടെ കാര്യം അങ്ങനെയാണ്. നമ്മൾ എപ്പോഴും അവരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി വന്നത്, അത് കുറച്ചൊരു പ്രോബ്ലം ഉള്ളതായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ മക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കേസാണ്. അവരുടെ പെൺകുട്ടി മാത്രമാണ്. അവരുടെ അച്ഛനും അമ്മയും ജോലിക്കാരാണ്. അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ വീട്ടിലാണല്ലോ. അപ്പോൾ അവിടെ ഒരു പയ്യൻ വന്നു. ഈ പയ്യൻ 5 മിനിറ്റ് നിന്നുള്ളൂ, വീട്ടിൽ നിന്ന് പോയി. ഈ പെൺകുട്ടീനെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവൾക്ക് അറിയണ ആളാണ്. സാബുമോൻ, ഓക്കെ. അപ്പം മോഹനൻ ചേട്ടാ, ഓക്കെ. അപ്പോൾ ഈ പെൺകുട്ടീനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോഴാണ് രാജന് പരിചയം കാണും. ഇവര് പറയണത് ഈ പെൺകുട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞോടുകൂടി ഇവർ ഭയന്നു പോയി. കാരണം ഇപ്പോൾ ഒക്കെ വീട്ടിൽ കയറിയിട്ട് ആക്രമിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ വല്ല പ്രശ്നമാണെന്ന് ഓർത്ത്. അപ്പം ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മക്കൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, ചില ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നം വരണോടുകൂടി, അല്ലെങ്കിൽ എന്തെങ്കിലും മക്കൾക്ക് പ്രണയം ഉണ്ടെന്ന് അറിയണോടുകൂടി, അല്ലെങ്കിൽ അവർ ലഹരിയിലേക്ക് പോകുന്നുണ്ടെന്ന് അറിയണോടുകൂടി ഡൗൺ ആയി പോണ മാതാപിതാക്കളെയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. പക്ഷേ ഡൗൺ ആയി പോകേണ്ട കാര്യമില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ പ്രായത്തിനേക്കാളും പകുതിയിലും താഴെ പ്രായമുള്ള മക്കളാണ് നമ്മൾക്കുള്ളത്. അപ്പോൾ അവർക്ക് തെറ്റ് പറ്റാം, കുട്ടികളല്ലേ, തെറ്റ് പറ്റും. ആ തെറ്റിനെ നമ്മൾ തിരുത്തി കൊടുക്കണം. കാരണം നമ്മൾ ജന്മം കൊടുക്കാൻ മാത്രമല്ല, നമ്മളുടെ കടമയാണത് അവരെ നല്ല പൗരന്മാരാക്കിയിട്ട് സമൂഹത്തിന് കൊടുക്കുക ഒരു കടമ നമ്മൾക്കുണ്ട്. ആ കടമയെ നമ്മൾ നിറവേറ്റണം. അപ്പം നമ്മൾ അതിനുള്ള പ്രാപ്തിയാക്കുക. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ അവരെ ചേർത്ത് പിടിച്ചിട്ട് നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ല നമുക്ക് അവരോട് പറയാനായിട്ട്. അത് നമ്മൾക്ക് എപ്പോഴും ഇതൊരു നമ്മളുടെ കൂടി പ്രശ്നമാണ്. കാരണം നമ്മളുടെ ഈ വർക്കിൻ്റെ ഇടയിൽ, നമ്മളുടെ തിരക്കുകളുടെ ഇടയിൽ നമ്മൾ കുഞ്ഞായിരിക്കണ കുഞ്ഞിനെ നമ്മൾ അവഗണിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അവനെ ശ്രദ്ധിക്കണത് അവൻ്റെ ഒരു 15 വയസ്സ് 16 വയസ്സ് ആ സമയത്താണ് നമ്മൾ അവനിലേക്ക് തിരിച്ച് ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ നോക്കണത്. ആ നോക്കുമ്പോഴത്തേനും അവളും നമ്മളും തമ്മിലുള്ള ടച്ച് ഒരുപാട് വിട്ടുപോയി. അത് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തൊരു കാര്യവും നമുക്ക് മനസ്സിൽ ഉറയ്ക്കണത് നമ്മുടെ കുഞ്ഞുനാളിലാണ്. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം. നമുക്കിപ്പോൾ വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടണില്ല എന്നുള്ള വിഷമത്തിനേക്കാളും കുഞ്ഞുനാളിൽ നമുക്ക് എന്ത് കിട്ടിയില്ല എന്നുള്ളത് നമ്മളുടെ മരണം വരെ നമുക്ക് ഓർമ്മയുണ്ടാവും. അതുകൊണ്ട് അപ്പോൾ എപ്പോഴും നമ്മളുടെ ആ കുഞ്ഞു മനസ്സിലേക്ക് നമ്മൾ കൊടുക്കണ ഒരു ചിന്തകളായിരിക്കണം എപ്പോഴും നന്നായിട്ട് വരേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ആ നാളിലേ തൊട്ട് നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക. അവരോട് കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുക, അവരോട് സംസാരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ അവർ കുറേ വലുതായാലും അവർക്ക് നമ്മളായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് പോലെ വളർത്തിക്കൊണ്ടുവന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല.
അത് ഇടയിൽ മിസ്സാവരുത്, അതാണ് നോക്കേണ്ടത്. അപ്പോൾ അമ്മമാരും അച്ഛന്മാരും മിക്കവാറും ഈ കുഞ്ഞുങ്ങളെ കുറ്റം പറയും. വന്നു കഴിയുമ്പോൾ അവൻ അങ്ങനെയാണ്, ഇവന് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മോള് അങ്ങനെ ചെയ്തു, അവളെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തണതല്ലേ, ഞങ്ങൾ ഇത്രയും ജോലി ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ലേ. ഇതെല്ലാം ശരിയാണ്, പക്ഷെ ഇതെല്ലാം അവർക്കും കൂടി മനസ്സിലാവണ്ടേ. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായിട്ട് വരും, നമ്മളുടെ മക്കളും ഒക്കെ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പണ്ടൊക്കെ നമ്മൾ അച്ഛനോടോ അമ്മോടോ ഒന്നും കയർത്തിട്ടോ അല്ലെങ്കിൽ അമ്മ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ജനറേഷനിൽ കുറവാണ്, അങ്ങനെ പറയണവർ. പക്ഷേ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ല. നമ്മളൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ തിരിഞ്ഞ് അവർ പറയും അമ്മ ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ അച്ഛൻ ചെയ്തത് ശരിയായില്ല എന്ന് പറയും. അപ്പോൾ മിക്കവാറും അവർ നോക്കണത് തിയറിയിലേക്കല്ല, നമ്മളുടെ പ്രാക്ടിക്കലിലേക്കാണ്. നമ്മൾ എന്താണ് ചെയ്യണത് എന്നുള്ളതാണ് അവർ നോക്കണത്. അപ്പോൾ എത്രയും നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുക ആദ്യം, അവർക്ക് കുറ്റം പറയാത്ത രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കുക. അപ്പോൾ അവരത് കണ്ടുപഠിക്കുകയാണ് ചെയ്യുന്നത്. മക്കളെപ്പോഴും ഇപ്പോൾ കണ്ടുപഠിക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. പണ്ട് നമ്മൾ അച്ഛനും അമ്മയും പറയണ ഇത് നമ്മൾക്ക് തെറ്റാണെങ്കിൽ കൂടി നമ്മളത് തെറ്റാന്ന് അവരോട് പറയില്ല, അത് കൊണ്ട് നടക്കും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രശ്നം. മക്കളെയൊക്കെ നമ്മളെപ്പോഴും ചേർത്ത് പിടിച്ച് വളർത്തുക, അവർ നല്ല രീതിയിൽ വളരും. നിങ്ങൾക്ക് ആ ഒരു ഇതിൽ ഇപ്പം ഞാൻ എൻ്റെ മൂത്ത മകൻ വന്നു കഴിഞ്ഞാൽ വലിയ കൈയാണ് അവൻ്റെ, വലിയ. അപ്പോൾ വന്ന് അവന് ബാംഗ്ലൂരാണല്ലോ, വന്നപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ച് നമുക്ക് ഷെയ്ക്കിൻ്റെ വരുമ്പോൾ ഞാൻ അവനോട് പറയും എൻ്റെ കൈ അവൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു കൈ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അവനോട് പറയും നിൻ്റെ കയ്യിൽ ഒരു ഉമ്മയല്ല, ഒരുപാട് ഉമ്മമാരുടെ കൈ ഒതുങ്ങും, നീ വലുതാവുമ്പോൾ ഒരുപാട് ഉമ്മമാരെ നോക്കണ രീതിയിലുള്ള ആളാവണം. എൻ്റെ 2 മക്കളോട് ഞാൻ അങ്ങനെ പറയാറുണ്ട് നമ്മളെപ്പോഴും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ശർമാജി പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെ, എൻ്റെ മമ്മിയുടെ അനുഭവത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ വയസ്സായി കഴിഞ്ഞാൽ ഏകാന്തതയാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത്. ഇന്നിപ്പോൾ ലീല ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലീല ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഈ വിഷയം തന്നെ സംസാരിച്ചപ്പോൾ ലീല ചേച്ചി പറഞ്ഞു ശരിയാണ് സനിത, ഞാനൊരു $500 ഫോൺ ബില്ല് അടയ്ക്കാറുണ്ട്, അത് ഞാൻ നാട്ടിലേക്ക് വിളിച്ചിട്ട് വരുന്നതാണ്. കാരണം നമുക്ക് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് സംസാരിക്കാം, നമുക്ക് യാത്ര ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അച്ചായ തോമസ് കുട്ടി അച്ചായോ ഓക്കെ കേട്ടോ കാണുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ അവരെ നമുക്കും കുറേ പിഴവുകളൊക്കെ പറ്റിപ്പോകും നമ്മുടെ തിരക്കുകളിൽ എഴുതണതിൻ്റെ ഇതിലെല്ലാം നമുക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മാറി നമ്മൾ വേറൊരു ലോകത്തായി പോവും. പക്ഷേ ഇപ്പോൾ മമ്മിയൊക്കെ മരിച്ചു പോയി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇനി എന്തെല്ലാം പറയാനുണ്ടായിരുന്നു, എന്തെല്ലാം കേൾക്കാനുണ്ടായിരുന്നു, ഇനി ഒന്നും സാധ്യമല്ല. ഇനി ഒരുപാട് പറഞ്ഞു. ഞാൻ മരിക്കണതിൻ്റെ 10 മിനിറ്റ് മുമ്പ് ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞു വലിയ ഭാഗ്യമാണ് കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ കുറച്ച് നേരം കൂടി ഇരുന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു തോന്നൽ, ഒരു നഷ്ടബോധമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തെങ്കിലും മമ്മിക്ക് എപ്പോഴും മമ്മി എൻ്റെ അടുത്ത് 2 ആൺമക്കളായപ്പോൾ പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയും കൂടി വേണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് പിന്നെ 2 മക്കൾ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഇതായി. അപ്പം പെൺമക്കളായിരിക്കും ചിലപ്പോൾ അമ്മമാരോട് കുറച്ചും കൂടി എൻ്റെ മക്കൾ പക്ഷേ എൻ്റെ അടുത്ത് ഭയങ്കര അടുപ്പാണ്. അപ്പോൾ അതെനിക്ക് പെൺമക്കൾ ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പെൺമക്കളോടായിരിക്കും ചിലപ്പോൾ കൂടുതൽ മനസ്സ് തുറക്കണത്. അപ്പോൾ കുറച്ച് നാളൊക്കെ കുറേ കൂടിയൊക്കെ പോകണമായിരുന്നു. മമ്മി കുറേ നാൾ ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് വീട്ടിലുണ്ടായിരുന്നു. എന്നാലും ആങ്ങളുടെ അടുത്ത് പോയപ്പോഴും നമ്മൾ കുറേ നാളും കൂടി ഒക്കെ എപ്പോഴെപ്പോഴും പോകണം. ഞാൻ ഈ ഫോണിൻ്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് എഴുത്തിൻ്റെ പിന്നാലെയൊക്കെ ആയപ്പോൾ കുറേയൊക്കെ ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ തെറ്റാണ്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇനി നമ്മളുടെ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് കിട്ടിയ അമ്മയും നമുക്ക് കിട്ടിയ അമ്മായിമ്മയും, അമ്മായിമ്മ എന്ന് പറയുന്നത് ഉമ്മ, 2 പേരും നല്ല ആൾക്കാരാണ്. ഉമ്മയാണ് കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടുള്ള ആളെന്ന് വേണമെങ്കിൽ പറയാം. റസാക്കിൻ്റെ വാപ്പ ചെറുതിലെ മരിച്ചു പോയതാണ്, ഉമ്മയാണ് വളർത്തിയത്. അവർ 6 മക്കളെ വളർത്തിയത് ഉമ്മയാണ്, ഉമ്മയുടെ അധ്വാനമായിരുന്നു. ഉമ്മക്കിപ്പോൾ വയസ്സായി. ഇപ്പോൾ ഈ വയസ്സായാലും ഉമ്മ കടയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ കൊറോണ വന്നിട്ട് കട നിർത്തി. അപ്പോൾ വലിയ വിഷമത്തിലാണ് ആൾ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇവിടേക്ക് കൊണ്ടുവരണം. ആളങ്ങനെ വന്നിട്ട് ഈ കടയുള്ളത് കൊണ്ട് നിൽക്കലുണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ കുറച്ച് നാൾ നിൽക്കാം. അപ്പം അതൊക്കെ നമുക്ക് ഇനിയൊക്കെ അങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങളാണ് നമ്മൾക്ക് ചെയ്തു കൊടുക്കാനൊക്കെ ഉള്ളത്. അവരോട് സംസാരിക്കാം.
തൃശ്ശൂർ ഇന്നലെ ഉണ്ടായിരുന്നു എന്നല്ലേ. പക്ഷെ ഇപ്പം മൊത്തം ഈ കൊറോണയുടെ സമയമായതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കാണണം, എല്ലാവർക്കും കൂടി കാണണം തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ GB കഴിഞ്ഞു പറയുന്നത് പറയും. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾക്ക് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരെയും ഒക്കെ നമ്മൾ കുറേയും കൂടി കണ്ടറിയുക, നമ്മളുടെ മക്കളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ സ്വയം ജീവിക്കാൻ പഠിക്കുക. ഇതൊക്കെ പറഞ്ഞു തരേണ്ട ആളൊന്നല്ല ഞാൻ, കേൾക്കേണ്ട ആൾക്കാരും അല്ല. നിങ്ങൾ എല്ലാവരും നല്ല അറിവുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേന്ന് ഓർത്ത് ഞാൻ പറയണതാണ്. കാരണം ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന ആൾക്കാരും ഒരുപാട് നല്ല വായനക്കാരും ഒക്കെ നല്ല ചിന്താഗതിയുള്ള ആൾക്കാരും ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇത്. ഇവിടെ വന്നിരുന്ന് വലിയ ആളൊക്കെ ആയിട്ട് പറയാൻ മാത്രമുള്ള ആളൊന്നല്ല ഞാൻ, എന്നാലും എന്തെങ്കിലും ഒന്ന് പറയണ്ടേന്ന് ഓർത്താണ്. അപ്പം ഇപ്പം സമയം എത്രയുണ്ടാവും, നമുക്ക് നിർത്താനായോ? ആരെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞെങ്കിൽ എനിക്കറിയാൻ കേട്ടോ. നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയെങ്കിലും പറയണം, നമുക്ക് അവസാനിപ്പിക്കാം. 1 മണിക്കൂറായോ? സമയം എത്രയെന്ന് അറിയില്ലല്ലോ. ഹായ് ശരത്, താങ്ക്സ് കേട്ടോ. ഞാൻ കുറേ പേരിങ്ങനെ കാണണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും. ഈ പുസ്തകം വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. സാബുമോൻ അല്ലെങ്കിൽ അങ്ങനെ ജാട കാണിക്കാൻ മാത്രമുള്ള ആളൊന്നുമില്ല, ജാടയൊന്നുമില്ല, കലർപ്പില്ല. അത് സത്യമാണ്. എനിക്ക് നുണ പറയരുത് എന്നുള്ളതാണ് ആദ്യത്തെ വീട്ടിൽ നിന്നുള്ള ഒരു പാഠം. പപ്പ പറഞ്ഞിട്ടുള്ളതും നുണ പറയുന്ന സുഹൃത്തുക്കളിൽ ആണ്, പെണ്ണ്, ജാതി, മതം ഒന്നും പ്രായം ഒന്നും കണക്കാക്കാണ്ട് ആരായിട്ടായാലും സുഹൃത്താവാം. പക്ഷെ നുണ പറയണവനെ സുഹൃത്താക്കരുത് എന്നാണ് പണ്ട് തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ നുണ പറച്ചിലാണ് മെയിനായിട്ടൊരു പ്രശ്നം എനിക്ക് തോന്നി. കൂട്ടുകാരിൽ ആരെങ്കിലും എനിക്ക്, പക്ഷെ എല്ലാ കൂട്ടുകാരും എപ്പോഴും ഉണ്ട് കേട്ടോ, നമ്മളതിനെ ആരായിട്ടും പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നുണ കേൾക്കലാണ് ഒരു വിഷയമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇപ്പം പുസ്തകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ, അറിയാത്തവർ കുറേ പേര് കാണുമല്ലോ. അങ്ങനെ പുസ്തകം നമ്മൾ എഴുതി കഴിഞ്ഞ് അചേതന വസ്തുക്കളിൽ നിന്ന് ജീവിതം എന്ന് പറഞ്ഞാലേ, നമ്മൾ ഇപ്പം എല്ലാത്തിലും നമ്മൾ ജീവനുണ്ടെന്നാണ് വിചാരിക്കണത്. പൗലോസേട്ടാ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ജീവനുണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, അചേതനല്ല അത്. ഇപ്പം എൻ്റെ പുസ്തകത്തിൽ വാടകമുറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. അതിൽ ചുമരാണ് കഥ പറയണത്. ഈ ചുമരിൻ്റെ ചുമരിന് കഥയുണ്ട്. അവർ പലതും കേൾക്കുന്നുണ്ടല്ലോ, അവർക്ക് ജീവനില്ല എന്ന് നമ്മളുടെ ചിന്തയാണ്. അവർക്ക് ജീവനുണ്ട്. ഏതൊരു കല്ലിനും ഉണ്ടാവും. ഒരുപാട് പേരെ കണ്ടിട്ട് ഒരുപാട് പേരെ ഉള്ള അനുഭവങ്ങൾ അവർക്കുണ്ടാവും. അതിൽ ഫസ്റ്റ് കഥ ചക്രം എന്ന് പറഞ്ഞൊരു കഥയാണ്. അത് ചക്രം എന്ന് പറഞ്ഞ പൈസയാണ്. അത് നമ്മുടെ പൗലോസേട്ടൻ തന്ന കഥയാട്ടോ. ആ കഥേനെ വേണ്ടിയിട്ട് ഒരുപാട് പേര് അഭിനന്ദിച്ചു. ഒരുപാട് പേരെന്ന് വെച്ചാൽ വലിയ പോസ്റ്റുള്ള IPSകാർ. ഞാൻ നമ്മുടെ ഇവിടുത്തെ മാഡം ഉണ്ടല്ലോ, സന്ധ്യ മാഡത്തിന് ഞാൻ പുസ്തകം കൊടുത്തിട്ടുണ്ടായിരുന്നു. സന്ധ്യ മാഡം അത് വീട്ടിൽ കൊണ്ടുപോയി. ADGP സന്ധ്യ മാഡത്തിൻ്റെ ഹസ്ബൻഡ് അത് വായിച്ചു. പുള്ളി ഒരു വലിയ പോസ്റ്റിൽ, ഒരു പരീക്ഷാ കൺട്രോളർ അങ്ങനെ എന്തൊരു പോസ്റ്റിൽ ഇങ്ങനെ ആളാണ്. അപ്പം പുള്ളി അവരുടെ കൂടെയുള്ള പോലീസ് റസാഖിൻ്റെ സുഹൃത്താണ്. എന്നിട്ട് അവർ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിലത്തെ ആദ്യ കഥ വായിച്ചാൽ തന്നെ ഈ പുസ്തകം നമ്മൾ വായിക്കും, വളരെ വെറൈറ്റി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ നമ്മളുടെ എപ്പോഴത്തെയോ ചിന്തകളൊക്കെ എഴുതി വെച്ചത് ആൾക്കാർ വായിക്കുക, അവരതിന് സമയം കണ്ടെത്തുക. അവർക്ക് ഭയങ്കര തിരക്കുകാരാണല്ലോ, സമയം കണ്ടെത്തുക, വായിക്കുക, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുക എന്നൊക്കെ പറയുമ്പോൾ അത് ആ പുസ്തകത്തിൻ്റെ തന്നെ എൻ്റെ ഭാഗ്യം എന്ന് എനിക്ക് തോന്നണില്ല. എൻ്റെ പുസ്തകത്തിൻ്റെ കഥാപാത്രങ്ങളുടെ ഭാഗ്യമാണ് അത് സത്യനന്ദിക്കാട് സാറിൻ്റെ കയ്യിൽ കൂടെ വരിക എന്നുള്ളത് തന്നെ. കാരണം അത് ഈ കൊറോണ ആയതുകൊണ്ട് മാത്രം കിട്ടിയൊരു ഭാഗ്യമാണ് അത്.
നമ്മളിവിടെ സാഹിത്യ അക്കാദമി ബുക്ക് ചെയ്ത് എല്ലാവരെയും കൂട്ടിയ ഒരു പരിപാടി ഫിക്സ് ചെയ്ത് 60 ദിവസം മുമ്പ് സാഹിത്യ അക്കാദമി ബുക്ക് ചെയ്തു. എല്ലാം ശരിയായി വെച്ച് ഏപ്രിൽ 19 ദിവസവും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പുസ്തകം ഈ കൊറോണ ആയിട്ട് അടിച്ചു കിട്ടിയില്ല. അടിച്ചു കിട്ടിയപ്പോൾ ഞാൻ അവരോട് ഗ്രീൻ ബുക്സിനോട് ചോദിച്ചതാണ് സത്യൻ സാറിന് കിട്ടുമെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു സനിത വിളിക്ക്, സമ്മതിക്കും വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ സാറ് എൻ്റെ അടുത്ത് ഈ കൊറോണയുടെ ദിവസം ഒന്ന് നീങ്ങട്ടെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി തന്നെ വിളിച്ച് 3 ദിവസം തന്നിട്ട് അതിലൊരു ദിവസം വരാനാണ് പറഞ്ഞത്. സത്യൻ സാറിനെ പറ്റിയിട്ട് ഞാനിവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഭയങ്കര മോശവും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അന്തിക്കാടാണ് വീട്, തൃശ്ശൂർ ജില്ലയാണ്. ഇവിടുന്ന് ഒരു 22 കിലോമീറ്റർ ഉണ്ടാവും. ഞാനും റസാക്കും പിന്നെ 2 ഫോട്ടോഗ്രാഫേഴ്സുമാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിലെ ഒരു ഫോട്ടോഗ്രാഫർ സാറിൻ്റെ വീട് ഒരു 2 ഏക്കറിനകത്താണ് വീട്. അപ്പോൾ ആ വീട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ സെൻട്രലായിട്ടാണ് ഏകദേശം വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗേറ്റ് കടന്ന് കുറച്ചങ്ങോട്ട് കയറണം വീട്ടിലേക്ക്. അപ്പോൾ ഈ കാറ് നമ്മൾ കയറ്റി കഴിഞ്ഞാൽ പുള്ളി സാറിന് ഇഷ്ടപ്പെടാവോ എന്ന് ഈ ഫോട്ടോഗ്രാഫർ ഒരു സംശയം പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം പിടിച്ച് നടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേനും വേർത്ത് ഇതാവും, ചൂട് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്നാൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഗേറ്റ് തുറന്ന് ഞങ്ങളവിടെ ചെന്നപ്പോൾ സാറിൻ്റെ മകൻ വന്ന് സ്വീകരിച്ചു. സാറ് ഡ്രസ്സ് ചെയ്ത് റെഡി ആയി നിൽക്കുകയായിരുന്നു. അവരുടെ ഫാമിലി മുകളിലത്തെ നിലയിലായിരുന്നു. അവർ ചെന്നൈയിൽ നിന്ന് മറ്റപ്പം എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവർ ക്വാറന്റൈൻ ആയതുകൊണ്ട് അവർ പുറത്തിറങ്ങിയില്ല. സാറ് ചായയൊക്കെ വരുത്തി, അവിടെ സെർവൻ്റ് ഉണ്ടായിരുന്നു, ചായ തന്നു, സംസാരിച്ചു. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഞാൻ സാറിന് 2 ദിവസം മുമ്പ് ഞാൻ വാട്സാപ്പിൽ ഞാൻ എഴുതി. കാരണം എൻ്റെ കഥകൾക്ക് ഗഫൂർ കുന്നപ്പള്ളി അതിന് 2-3 പേര് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കഥകൾ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ പോലെയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പോൾ അതെനിക്ക് ആ കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഞാൻ സത്യൻ സാറിന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇത് ഞാൻ മുമ്പ് പറയാൻ കാര്യം സാറിനെ നേരിൽ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാൻ പറയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു, സനിത ഒന്നും പേടിക്കണ്ട, ഞാൻ സംവിധാനം ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു സംവിധായകൻ, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനാണ്. സനിത കുറച്ച് നേരത്തെ പോരെ, നമുക്ക് സംസാരിച്ച് കൂളായതിന് ശേഷം പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു 10 മണിയാകുമ്പോഴേക്കും അവിടേക്ക് എത്തി. 11 മണിക്കായിരുന്നു പ്രോഗ്രാം നമ്മൾ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സാറായിട്ട് സംസാരിച്ചിരുന്നു. 10:30 ആയപ്പോൾ റസാഖ് വിചാരിച്ചു സാറിന് ബുദ്ധിമുട്ടാവുമെന്ന് ഓർത്തിട്ട് എന്നാൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചു സനിത എപ്പോഴാണ് സമയം പറഞ്ഞിരിക്കണേന്ന് ചോദിച്ചാൽ അപ്പോൾ നമ്മൾ 11 മണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ 11 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വിശേഷങ്ങൾ എഴുത്തിലേക്ക് വന്നത്, കാര്യങ്ങളെല്ലാം നമ്മളോടൊരു സാധാരണ അപ്പോൾ നമ്മൾക്ക് ഭയങ്കര അടുപ്പാന്ന് തോന്നുകയാണ് പുള്ളിയായിട്ട്. അപ്പം അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നു. പുസ്തകം സ്വീകരിക്കണത് ഫസ്റ്റിലത്തെ കമൻഡൻ്റായിരുന്ന സുനിൽ സാറായിരുന്നു. നമ്മളെല്ലാം എല്ലാം വലിയ ആൾക്കാരുടെ അടുത്താണ് ചെന്നുപെട്ടിട്ടുള്ളത്. ഞാൻ ആദ്യം എഴുതുമ്പോൾ സുനിൽ സാറ് SP ആണെങ്കിലും നമ്മളുടെ അടുത്ത് ഭയങ്കര പെങ്ങളെന്നേ വിളിക്കുള്ളൂ, വലിയ സ്നേഹമാണ്. അപ്പോൾ സാറിന് വാട്സാപ്പിൽ ഞാൻ എഴുതി കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ എഴുതുമ്പോൾ സാറ് പറയും സനിത ഇത് എഴുതാനായി, സനിതയ്ക്ക് കഴിവായി, ഇനി ധൈര്യമായിട്ട് എഴുതുമെന്ന് പറയും. അപ്പോൾ ഞാനും വിചാരിക്കും എന്തായാലും ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ ധൈര്യം നന്നായാലും ഇനി എഴുതിയേക്കാം എന്ന് ഞാനും വിചാരിക്കും. അതിനാണ് എഴുതി തുടങ്ങുന്നത്. അപ്പോൾ സത്യൻ സാറിൻ്റെ ഇന്ന് സുനിൽ സാറ് പുസ്തകം ഏറ്റുവാങ്ങി. അതൊക്കെ നമുക്ക് എന്താ പറയുക, കണ്ണ് നനഞ്ഞു പോയി എന്ന് പറയാം. കാരണം ഒട്ടും നമ്മൾ അങ്ങനെയൊന്നും സത്യൻ സാറിനെയൊക്കെ നമ്മളൊരു പ്രോഗ്രാമിൽ ദൂരെ നിന്ന് ഒന്ന് കാണുമെന്ന് പോലും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു അപ്പോൾ നമുക്ക് സാറത് പ്രകാശനം ചെയ്തു. ഞാൻ കേക്ക് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സാറത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനൊരു പുസ്തകം ശ്രീനിവാസ് സാറിന് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ കൊടുക്കാം എന്നുകൊണ്ട് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീനിവാസ് സാറിന് കൊടുക്കാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്താണ് ഈ മിഥുനം എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. അപ്പോൾ ആ സിനിമ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ അത്രയ്ക്കധികം സിനിമകൾ കണ്ടിട്ടില്ല, കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ റസാഖ് സിനിമ ഭ്രാന്തനാണ്. എല്ലാ സിനിമയ്ക്കും പോവും, എല്ലാത്തിനും എന്നെ കൊണ്ടുപോവുകയും ചെയ്യും. അതിന് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പോയി കണ്ട പടമാണ് ഈ മിഥുനം എന്ന് പറഞ്ഞ പടം. അപ്പോൾ എല്ലാത്തിനും നമ്മളൊരു സന്ദേശം ഉണ്ടാവുമല്ലോ.
അപ്പം അതിൽ നിന്നാണ് ഈ ഉർവശിയുടെ ക്യാരക്ടർ ഉണ്ട്, അത് എപ്പോഴും ഹസ്ബൻഡിനെ ഇങ്ങനെ മെനക്കെടുത്തി തലവേദന ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കണ്ടപ്പോഴാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഭാര്യ ആവരുതെന്ന് ആദ്യ ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ നമ്മൾ അങ്ങനെ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ശ്രീനിവാസനായിരുന്നു അതിൻ്റെ തിരക്കഥ. അപ്പോൾ ശ്രീനിവാസനോട് അന്ന് കഥ തിരക്കഥ ശ്രീനിവാസനായപ്പോൾ അന്ന് തന്നെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം പരോക്ഷമായിട്ടായാലും നമ്മളെ സഹായിച്ചൊരു ആള് എങ്ങനെയായിരിക്കണം ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ളത് നമുക്ക് കാണിച്ചു തന്ന ഒരാള്. അപ്പോൾ ആ രീതിയിലുള്ള സ്നേഹമാണെന്ന് പറഞ്ഞപ്പോൾ സത്യൻ സാർ എന്നോട് പറഞ്ഞു, സനിത അതിൽ എഴുതിക്കോ, അല്ലെങ്കിൽ അവൻ പറയും ഞാൻ ചുമ്മാ കൊണ്ടു കൊടുത്ത പുസ്തകമാണെന്ന് പറയും, അപ്പോൾ അത് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനത് അതിലെഴുതി ശ്രീനിവാസ് സാറിന് കൊടുത്തു. പിന്നീടാണ് ലാലേട്ടനെ നമ്മുടെ മോഹൻലാലിന് ഈ പുസ്തകം പോണത്. അതെൻ്റെ ഒരു സുഹൃത്ത് വഴി തന്നെയാണ് പോയത്. അപ്പോൾ ആ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, സനിത ചേച്ചി 2 പുസ്തകം തന്നു, ഒരെണ്ണം ഞാൻ ചേച്ചിക്ക് അവിടുന്ന് ഒപ്പിടിച്ചിട്ട് കൊണ്ടുവന്ന് തരാം, ഒരെണ്ണം ലാലേട്ടന് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒപ്പിട്ട് കിട്ടണതിൻ്റെ ഒരു സന്തോഷം തന്നെ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അത് കൊടുത്തിട്ട് ഈ അവൻ്റെ ഫോണിൽ നിന്ന് വോയിസ് വന്നപ്പോൾ ഞാൻ അവൻ്റെ വോയിസാന്ന് ഓർത്താണ് ഞാൻ ഫോൺ എടുത്തത്. അപ്പോൾ സനിത എന്ന് ലാലേട്ടനൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ എന്താണ് സംഗതി, എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പോലും ഞാൻ താഴ്വാരം അങ്ങനെയുള്ള പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം കണ്ടിരിക്കണേന്ന് എനിക്ക് തന്നെ അറിയില്ല. പണ്ടേ തൊട്ട് നമ്മൾ എത്രയോ പടങ്ങൾ ആ മനുഷ്യൻ നമ്മളുടെ പേര് വിളിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വണ്ടറായിപ്പോയി. ഞാൻ കുറച്ച് നേരം അവിടെ അവതായിട്ട് ഇരുന്ന് പോയി അത് കേട്ടിട്ട്. കുറേ നേരം ഞാൻ അതിങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് എന്നോട് ഹനീഫയാണ് പറഞ്ഞത് ഇത് നമുക്ക് വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് പറഞ്ഞത്. പിന്നെ ഹമീദയ്ക്ക് ഹനീഫയും എല്ലാവരും കൂടിയാണ് അതെനിക്ക് വീഡിയോ ആക്കി തന്ന് അത് FB-യിൽ ഇടാൻ പറ്റിയത്. അത് തന്നെ ഭയങ്കര, ഇപ്പോൾ പുസ്തകം ഒപ്പിട്ടിട്ട് തിരിച്ചെത്തിച്ചു. അപ്പം അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു വ്യക്തിനെയും ഇപ്പം പറഞ്ഞ പോലെ കഴിവല്ല അവരുടെ കഴിവെന്ന് പറയാൻ പറ്റില്ല. ആ കഴിവിനോടൊപ്പം അവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ സ്വഭാവമാണ്. അവർ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്വഭാവമുണ്ട് സാധാരണ മനുഷ്യരിലേക്ക്. അവരെ കണ്ട് അവരോട് സംസാരിച്ച് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ്. ഇപ്പോൾ SPB സാറിൻ്റെ തന്നെ നമ്മൾ ഓർക്കുമ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവസാനം ഞാൻ ചിന്തിച്ചു, ഞാൻ കണ്ടിട്ടില്ല SPB സാറിനെ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇനിയുണ്ട്, എൻ്റെ മരണം വരെയും കേൾക്കാം. പാട്ടുകളുണ്ട്, എത്രയോ പാട്ടുകളുണ്ട് കേൾക്കാം. അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർക്കൊന്നും മരണമില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് മരണമില്ല. അവരെപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായാൽ തന്നെ നമുക്ക് ആ സങ്കടം ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കുന്നത്. അവരുടെ എത്രയോ കാര്യങ്ങൾ അവർ ഭൂമിയിൽ നിർത്തി അവരുടെ സിഗ്നേച്ചറോട് കൂടിയാണ് അവർ മടങ്ങണത്. അതന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഈ ലാലേട്ടൻ്റെ പോലെയൊക്കെയുള്ള ആൾക്കാർ നമുക്ക് നമ്മളുടെ പേരൊക്കെ ഒന്ന് വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ വായിക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ തന്നെ എന്നിലെ എഴുത്തുകാരിക്ക് 100% സന്തോഷമാണ്. ഇനി അതൊക്കെ എനിക്ക് കിട്ടിയത് ഈ എഴുത്തിൽ കൂടിയാണ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ ഇങ്ങനെ ഒരു വലിയ കഴിവും കാര്യങ്ങളൊന്നും ഉള്ള ഒരാളായിരുന്നില്ലല്ലോ. അവർക്കൊക്കെ ഇത്ര ആൾക്കാർ വായിക്കുന്നുണ്ട്, ഇത്ര ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് അത് വലിയൊരു സന്തോഷമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പപ്പ മമ്മി എന്ന് വിളിക്കാനുള്ള കാരണം അവർ ബോംബെയിലായിരുന്നു. അതിപ്പോൾ ആരും സംശയം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണത്. എൻ്റെ മക്കള് ഉമ്മ ബാവ എന്നാണ് വിളിക്കുന്നത്. റസാഖിനെ ബാവ എന്നും എന്നെ ഉമ്മ എന്നാണ് വിളിക്കുന്നത്. അവർ മമ്മീനെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അവർ ബോംബെയിലായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ശീലത്തിലേക്ക് വന്നതാണ്. അന്ന് അങ്ങനെ വലിയ ഇതിലുണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ശീലത്തിലേക്ക് വന്നതാണ്. പിന്നെ ശർമാജി പറഞ്ഞ പോലെ മമ്മീൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഞാൻ പറയാത്തതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് സങ്കടമായി പോകും. കാരണം അവരൊന്നും അവരുടെ ജീവിതം ഒരിക്കലും ആസ്വദിക്കാണ്ട് മക്കളെ പപ്പ ഒരു 10-30 വർഷം ഗൾഫിലുള്ളപ്പോൾ ഒരു 30 മാസത്തെ ലൈഫാണ് അവർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. 1 മന്ത് ലീവാണ് വരിക. അപ്പോൾ അതിനൊക്കെ വരുമ്പോൾ ഉള്ള ഒരു ലൈഫല്ലേ ഉള്ളൂ. പപ്പയാണെങ്കിൽ എൻ്റെ കല്യാണത്തിന് പോലും പപ്പക്ക് ലീവ് കിട്ടിയിട്ടില്ല.
ഞങ്ങൾ യൂണിഫോമിൽ പപ്പ കണ്ടിട്ടില്ല. പപ്പ വെക്കേഷന് മാത്രം, മക്കളോടുള്ള സ്നേഹം കൊണ്ട് വെക്കേഷന് മാത്രം ലീവിന് വരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് ഒരിക്കലും ഞങ്ങൾ യൂണിഫോം ഇട്ടിട്ട് പപ്പ ഫോട്ടോത്തിൽ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് കണ്ടിട്ടില്ല. പിന്നെ അന്നൊക്കെ ഇങ്ങനെ വീഡിയോയും ഇതിൻ്റെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ എഴുതണ എഴുത്തൊക്കെ ഒരാഴ്ച കൂടുമ്പോൾ അവിടെ കിട്ടും, അവിടെ നിന്ന് എഴുതുന്നത് ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങോട്ട് കിട്ടും എന്നല്ലാണ്ട് എല്ലാ പ്രവാസികൾക്കും എപ്പോഴും ഞാൻ ഈ പ്രവാസികളുടെ കഥ എഴുതുമ്പോൾ വളരെ ടച്ചിങ് ആവുന്ന ആൾക്കാർ പറയാറുണ്ട്. അത് എൻ്റെ ഉള്ളിലത്തെ സങ്കടമാണത്. നമ്മൾ എപ്പോഴും ആലോചിക്കുമ്പോൾ അവർക്ക് കിട്ടാണ്ട് പോയ ഭാഗ്യങ്ങൾ ഇന്നത്തെ നമ്മുടെ സങ്കടങ്ങളാണ്, നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സങ്കടങ്ങളാണ് അതൊക്കെ. മമ്മി ഇങ്ങനെ കുറേ നമ്മൾ ചെന്നിലെ പരാതി കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും പപ്പ ഒരു പരാതിയൊന്നും പറയാത്ത, അത് ഈ എനിക്ക് തോന്നുന്നത് ഈ പ്രവാസികൾ മിക്കവാറും പരാതി പറയാത്ത ആൾക്കാരാണ്. അതായത് അവർ എപ്പോഴും ഒരു വിഷമങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആലോചിച്ചു, റസാഖ് കുറച്ച് കള്ളിച്ചെടി കൊണ്ടുവന്നു ഇവിടെ വെക്കാനായിട്ട് ഗാർഡനിൽ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നീ എപ്പോഴും നനയ്ക്കരുത്, എപ്പോഴും നനച്ചാൽ ഇത് ചീഞ്ഞു പോകും, ഇത് മരുഭൂമിയിൽ ഉണ്ടാവുന്നത് ആയതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലാണ് ഇതിന് നനവ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനപ്പോൾ ആലോചിച്ചത് ഒരു പ്രവാസീനെ പറ്റിയാണ്. അവർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സന്തോഷം മതി, അവരത് ഒരുപാട് കാലം ചേർത്ത് പിടിക്കും. അവർക്ക് എന്നും വെള്ളം വേണ്ട എന്ന് പറഞ്ഞ പോലെ അവർക്ക് എന്നും സന്തോഷം വേണ്ട, അവർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സന്തോഷം തന്നെ ഒരുപാട് കാലത്തേക്ക് അവർ സൂക്ഷിച്ച് ചേർത്ത് പിടിക്കും. അപ്പോൾ ഈ പ്രവാസികളുടെ ഫാമിലിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടെ അധ്വാനിച്ചുണ്ടാകുന്ന പൈസ പോലെയല്ല ഒരു പ്രവാസിയുടെ പൈസ. അതിന് 100 ഇരട്ടി മൂല്യം കൂടുതലാണ്. അത് സൂക്ഷിച്ച് ചിലവാക്കുക, മക്കളെ അതിനനുസരിച്ച് നമ്മൾ വളർത്തുക, അവരോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുക അതിൻ്റെ മൂല്യം. പൈസയുടെ മൂല്യം മാത്രമല്ല, അതുണ്ടാക്കുന്ന മനുഷ്യൻ്റെ മനസ്സ്, അവർ എങ്ങനെയാണ് മക്കളെ കാണാണ്ട്. അതായത് എൻ്റെ പപ്പയൊക്കെ അറിയാണ്ടാണ്, ഒരു വർഷം കൂടുമ്പോഴേക്കുള്ള ഒരു വളർച്ചയാണല്ലോ, അറിയാണ്ടാണ് പപ്പ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരിക. അളവും ഇതൊന്നും അവരുടെ മനസ്സിലാണ് നമ്മളുള്ളത്, അവരുടെ മനസ്സിലാണ് നമ്മുടെ അളവ്. അപ്പോൾ അതൊക്കെ നമുക്ക് വരുന്ന വലിയ വലിയ സങ്കടങ്ങളാണ്. അത് നമ്മൾ മക്കൾ തിരിച്ചറിയണത് പലപ്പോഴും ഒരു ഏജ് ആയതിനു ശേഷമാണ്. നമുക്കൊക്കെ മക്കളുണ്ടായി കുറച്ച് കാലമൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ അവരുടെ വിഷമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അത് ഉണ്ടാവരുത്, ഇനിയുള്ള തലമുറക്കെങ്കിലും അങ്ങനെ ഉണ്ടാവരുത്. എല്ലാവരും അതുപോലെ അവരൊക്കെ തിരിച്ചു വരുമ്പോഴായാലും അത്രയും കാര്യമായിട്ട് തന്നെ നമ്മൾ അവരെ നോക്കണം. 10ഉം 20ഉം വർഷവും 25 വർഷമൊക്കെയുള്ള പ്രവാസികളുണ്ട്. അപ്പോൾ 25 വർഷമായിട്ട് നമ്മൾ അവരെ നോക്കാണ്ട് വരുമ്പോൾ, നോക്കാൻ മീൻസ് അവർ പുറത്താണല്ലോ, അത് കഴിഞ്ഞിട്ട് വരുന്ന കാലഘട്ടമാണ് അവർക്ക് കുറച്ച് കാലഘട്ടമാണ് കിട്ടുന്നുള്ളൂ. അത് മിക്കവാറും പ്രായമായതിന് ശേഷമാണ് എല്ലാവരും ജോലി അവസാനിപ്പിച്ചിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കണം. മിക്കവാറും നമ്മളുടെ ഈ കഥകളിൽ എഴുതണത് റിയലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ വീട്, പ്രവാസിയുടെ വീടിനെ സംബന്ധിച്ച് ഞാൻ ഒരെണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു വീട് പോലും അവർക്ക് എന്താ പറയുക, ആ വീടിനോട് പോലും അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഈ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് അവർക്ക് മതിയായി ഉണ്ടാവില്ല, അതാണ് സത്യം. അവർക്ക് ചെറിയ വീടായാലും വലിയ വീടായാലും അവർക്ക് അവരുടെ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഒക്കെ കളിച്ച് ചിരിച്ചിരുന്നിട്ടൊന്നും മതിയാവാത്ത ജന്മങ്ങൾ, ജീവിച്ച് മതിയാവാത്ത ജന്മങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പ്രവാസികൾ കുറേ പേര് കേൾക്കുന്നുണ്ടാവും. എനിക്ക് അവരോട്, പ്രവാസികളോട് എപ്പോഴും ഒരു ഇതാണ്, വിശുദ്ധി ഒരു ഗ്രൂപ്പല്ല. ഓക്കെ, അയ്യോ അത് തെറ്റിപ്പോയി, സോറി കേട്ടോ. അപ്പോൾ പക്ഷേ ഞാൻ വിശുദ്ധി എന്ന സംഭവത്തിനോട് എനിക്ക് ഇന്നലെ, സത്യം പറഞ്ഞാൽ ഇന്നലെ തുടങ്ങിയിട്ട് ഭയങ്കര ഒരു സ്നേഹമാണ്. നമ്മൾ ഇന്നലെ ഞാൻ വന്ന് ട്രയൽ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ എന്തൊരു ആൾക്കാരാണ്, എന്തൊരു സ്നേഹമുള്ള ആൾക്കാരാണ് എന്നുള്ള ഒരു മനസ്സിലൊരു തോന്നൽ. അപ്പോൾ അത് നമുക്ക് വലിയ സന്തോഷമായി എനിക്ക് ഗ്രൂപ്പിൽ വന്നതും. ഇനി നമ്മുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും, പരമാവധി നമുക്ക് നോക്കാം, എഴുതാം. ഇനി എന്താണ് പറയുക, ഇനി നിർത്താനുള്ള സമയമായോ എങ്ങനെയാണ്? ഇതിൽ കമൻറ്റുകൾ വരുന്നത് എനിക്ക് തോന്നുന്നു ഇച്ചിരി ലേറ്റായിട്ടാണ് ഇതിൽ കമൻറ്റ്. ഷായിക്ക, ഇനി തുടങ്ങാം, നമുക്ക് നമ്മുടെ അടി തുടങ്ങാം.
അപ്പോൾ നിർത്താനായോ സായി മാഷേ? എങ്ങനെയാണ് അഭിപ്രായം? ടൈം എത്രയുണ്ടാവും? സ്റ്റോപ്പ് ചെയ്യട്ടെ? ജീവിച്ചു മതിയാവാത്ത ജന്മങ്ങൾ. അതുതന്നെയാണ് ഷായിക്ക. പാവങ്ങൾ, നമ്മൾ പ്രവാസികൾ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് ജീവിച്ചു മതിയായിണ്ടാവില്ല. അപ്പോൾ ഇനി മൈക്ക് പ്രശ്നം തന്നെയായിരിക്കും. അപ്പോൾ ഇനി നിർത്തട്ടെ. എല്ലാവരോടും വലിയ സ്നേഹമാണ്. ഇത്രയും നേരം കണ്ടിരുന്നതിനും കേട്ടിരുന്നതിനും വലിയ സന്തോഷം. അപ്പോൾ ശരി, നമസ്കാരം. സന്തോഷം കേട്ടോ. വീണ്ടും കാണാം.